ഹലോ തേർഡ് ഇയേഴ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് ഒരു പുതിയ തിയറിയാണ്, അതായത് സൈക്കോ സോഷ്യൽ മോഡൽ. അതായത് നമ്മൾ 2-3 ദിവസമായിട്ട് കൺസെപ്ഷ്യൽ മോഡൽസാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 2-3 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് സൈക്കോ സോഷ്യൽ മോഡൽ അല്ലെങ്കിൽ സൈക്കോ സോഷ്യൽ തിയറി എന്നൊക്കെ പറയും. അപ്പോൾ ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ച് കാണും പീഡിയാട്രിക്സിൽ. കാരണം പീഡിയാട്രിക്സിൽ ഈ തിയറിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് ഓൾറെഡി അത് കഴിഞ്ഞ് കാണും, നിങ്ങൾ ക്ലാസ് എടുത്ത് കാണും, അസൈൻമെൻറ്റ് എഴുതി കാണും എന്നൊക്കെ എനിക്കറിയാം. അപ്പം ഈ ഒരു തിയറിക്ക്, അതായത് ഇത് എറിക് എറിസൺ എന്ന് പറയുന്ന ഒരു സൈക്കോ അനലിസ്റ്റ്, അതായത് ജർമ്മനിക്കാരനായ ഒരു സൈക്കോ അനലിസ്റ്റാണ് ഈ തിയറി ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ട് ഇതിനറിയപ്പെടുന്നത് എറിക് എറിക്സൺസ് തിയറി ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം ഇത് പീഡിയാട്രിക്സിൽ അധികം ഇമ്പോർട്ടൻ്റ് ആണ്, വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു തിയറിയാണ്. അതുപോലെ തന്നെ സൈക്യാട്രിയിൽ ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്കറിയാം, നമ്മൾ ഡീൽ ചെയ്യുന്ന കൂടുതൽ അബ്നോർമൽ ബിഹേവിയർ കാണിക്കുന്ന പേഷ്യൻസിനെയാണ്. അപ്പം ഇതിനകത്ത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, എറിക് എറിക്സൺ പറയുന്നത് ഒരു വ്യക്തി അയാളുടെ വിവിധങ്ങളായിട്ടുള്ള ലൈഫ് സ്റ്റേജിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ അയാൾക്കുണ്ടാകാം, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അയാൾ അബ്നോർമൽ ബിഹേവിയർ കാണിക്കാൻ റീസൺ ആകുന്നത്, അതിൻ്റെ പുറകിൽ എന്തൊക്കെ എക്സ്പ്ലനേഷനാണ് കൊടുക്കാൻ പറ്റുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എറിക് എറിക്സൺ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് സൈക്കോ സോഷ്യൽ മോഡലിന് ഈ സൈക്യാട്രിയിൽ ഇമ്പോർട്ടൻസ് വന്നത്. അപ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പഠിക്കാം. നിങ്ങൾ പീഡിയാട്രിക്സ് പഠിച്ചത് കൂടുതലും കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പല സ്റ്റേജിൽ കൂടെയും കുട്ടികളുടെ ഡിസീസുമായിട്ട് എങ്ങനെ ഈ ബന്ധപ്പെടുത്തിയിരിക്കുന്ന ഈ തിയറി എന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് പീഡിയാട്രിക്സിലും കൂടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ആപ്ലിക്കബിലിറ്റി ടു സൈക്യാട്രിയാണ് നമ്മൾ നോക്കുന്നത്. എന്നാലും ജനറലായിട്ട് കുറേ കാര്യങ്ങൾ ഈ തിയറിയെ പറ്റി അറിയണം. അപ്പം വി ക്യാൻ സീ ദാറ്റ് എറിക് എറിക്സൺ, ഹു ഈസ് എ സൈക്കോ അനലിസ്റ്റ്, ജർമ്മൻ സൈക്കോ അനലിസ്റ്റ്, ഡെവലപ്ഡ് ദ തിയറി ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതിന് സൈക്കോ സോഷ്യൽ മോഡൽ എന്നും തിയറി ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്നും ഒക്കെ പറയും. ആൻഡ് ദിസ് എറിക് എറിക്സൺ ഇനിഷ്യലി റോട്ട് എ ബുക്ക് കോൾഡ് ഓർ എ ക്ലാസിക് വർക്ക്. അതായത് അദ്ദേഹം ഒരു സൈക്കോ അനലിസ്റ്റ് ആയതുകൊണ്ട് ഒരുപാട് ക്ലാസിക് വർക്ക് കുട്ടികളുടെ ബിഹേവിയറിനെ പറ്റിയും അഡൽട്ടിൻ്റെ ബിഹേവിയറിനെ പറ്റിയൊക്കെ അദ്ദേഹം ചെയ്തു. അതിൻ്റെ ബേസിസിൽ അദ്ദേഹം ഒരു ബുക്ക് ഉണ്ടാക്കി. ആ ബുക്കിൻ്റെ പേര് ചൈൽഡ്ഹുഡ് ആൻഡ് സൊസൈറ്റി എന്നാണ്. അങ്ങനെ ഒരു പുസ്തകം ഉണ്ടാക്കി. ആ പുസ്തകത്തിലുള്ള കണ്ടൻറ്റിൻ്റെ ബേസിസിലും അങ്ങനെയുള്ള റിസർച്ച് നടത്തിയതിൻ്റെ പേരിൽ അനാലിസിസ് നടത്തിയതിൻ്റെ ബേസിസിലുമാണ് ഇങ്ങനെ ഒരു തിയറി ഡെവലപ്പ് ചെയ്യാൻ അദ്ദേഹം പ്രാപ്തനായത്. സോ ഹിസ് ക്ലാസിക് വർക്ക് ചൈൽഡ്ഹുഡ് ആൻഡ് സെക്യൂരിറ്റി സെറ്റ് ഫോർത്ത് ഹിസ് തിയറി ഓഫ് ലൈഫ് സൈക്കിൾ. ഹിസ് തിയറി ഓഫ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് എന്താണെന്ന് കഴിഞ്ഞാൽ, കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു വ്യക്തിയുടെ ജീവിതം ലൈഫിൽ പല ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അതിനെ നമ്മൾ ലൈഫ് സൈക്കിൾ എന്ന് പറയും. അങ്ങനെ ഒരു വ്യക്തി ലൈഫ് സൈക്കിളിൽ കൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെ അതൊക്കെ എന്തെല്ലാം അബ്നോർമൽ ബിഹേവിയർ അയാൾ കാണിക്കാം, എന്തൊക്കെ പ്രശ്നങ്ങൾ അയാൾക്ക് ജീവിതത്തിലുണ്ടാകാം, അങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ പ്രോപ്പർലി ആയിട്ടാണോ പോകുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം അതിൽ പഠിച്ചത്. അങ്ങനെ ഒരു ഈ പറയുന്ന ക്ലാസിക് വർക്കായിട്ട് ചൈൽഡ്ഹുഡ് ആൻഡ് സൊസൈറ്റി എഴുതിയ ആ പുസ്തകവും ആ വർക്കും അദ്ദേഹത്തെ ഇങ്ങനൊരു തിയറി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പ്രേരിപ്പിച്ചെന്ന് പറയാം. ഓക്കെ, പിന്നെ നമ്മൾ കഴിഞ്ഞ തിയറിയിലൊക്കെ പല അസംഷൻസ് പഠിച്ചായിരുന്നു. ഇതിനകത്ത് അസംഷൻ എന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ട് പറയുന്നില്ലെങ്കിൽ പോലും എന്തായിരുന്നു ഈ എറിക് എറിക്സൻ്റെ ബിലീഫ്സ് എന്ത് ബിലീഫ്സിൻ്റെ പേരിലാണ് ഇങ്ങനെ തിയറി ഉണ്ടാക്കിയതെന്ന് ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. സോ എറിക് എറിക്സൺ ബിലീവ്ഡ് ദാറ്റ് അച്ചീവ്മെൻറ്റ് ആൻഡ് ഫെയിലിയേഴ്സ് ഓഫ് ഏർലി സ്റ്റേജസ് ഇൻഫ്ലുവൻസ് ലേറ്റർ സ്റ്റേജസ്. അതായത് ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏർലി സ്റ്റേജിൽ ഉണ്ടാകുന്ന പല അച്ചീവ്മെൻറ്റ്സ്, അതായത് വിജയങ്ങളും പരാജയങ്ങളും ഒക്കെ അയാളുടെ ലേറ്റർ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതായത് വളരെ ചെറുപ്പത്തിൽ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന തിക്ത അനുഭവങ്ങളാകാം, അല്ലെങ്കിൽ നല്ല അനുഭവങ്ങളാകാം, എന്തുമായാലും അത് ഒരു വ്യക്തിയുടെ ലേറ്റർ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്തുവെന്ന് എറിക്സൺ വിശ്വസിച്ചിരുന്നു. പിന്നെ ഈ വ്യൂസ് സൈക്കോ സോഷ്യൽ ഗ്രോത്ത് ഒക്കേഴ്സ് ഇൻ ഫേസസ്. അതായത് ഒരു വ്യക്തിയുടെ സാമൂഹ്യവും അല്ലെങ്കിൽ സൈക്കോ സോഷ്യൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് മാനസികവും അല്ലെങ്കിൽ സാമൂഹ്യവുമായിട്ടുള്ള കാരണങ്ങൾ പല ഫേസിൽ കൂടെയാണ് ഒരു വ്യക്തിയുടെ ഗ്രോത്ത് കടന്നു പോകുന്നതെന്ന് അദ്ദേഹം കണ്ടിരുന്നു.
അയാളൊരു സൈക്കോ അനലിസ്റ്റ് ആയിരുന്നല്ലോ. അതുകൊണ്ട് ഹി വ്യൂഡ് ദാറ്റ് സൈക്കോ സോഷ്യൽ ഗ്രോത്ത് ഒക്കേഴ്സ് ഇൻ ഫേസസ്. ഡിഫറെൻറ്റ് ഫേസിൽ കൂടെയാണ് ഒരു വ്യക്തിയുടെ സൈക്കോ സോഷ്യൽ ഗ്രോത്ത് കടന്നു പോകുന്നതെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹം എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ഹി ഡിവൈഡഡ് ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റ് ഇൻറ്റു 8 സ്റ്റേജസ്. അതായത് ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ജനിക്കുമ്പം തൊട്ട് മരിക്കുന്ന വരെയുള്ള സമയത്തിനാണ് ലൈഫ് സ്പാൻ എന്ന് നമ്മൾ പറയുന്നത്. ആ ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റ്, അതായത് അത് ഒരു കുട്ടി ജനിക്കുമ്പം തൊട്ട് അവിടെ ഡെവലപ്മെൻറ്റ് നടക്കുകയാണ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് നടക്കുന്നു. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ശാരീരികമായ ഗ്രോത്തിനെ നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശാരീരികമായ ഡെവലപ്മെൻറ്റിനെ ഗ്രോത്ത് എന്ന് പറയും. അതേസമയം നമ്മൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മാനസികമായി ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന പരിണാമങ്ങളെയൊക്കെയാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ എറിക്സൺ ഡിവൈഡഡ് ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റ് ഇൻറ്റു 8 സ്റ്റേജസ്. അതായത് ജനനം തൊട്ട് മരണം വരെയുള്ള ഒരു വ്യക്തിയുടെ ലൈഫ് സൈക്കിളിനെ 8 സ്റ്റേജസ് കൂടെയാണ് അത് കടന്നു പോകുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആ 8 സ്റ്റേജസിനെയാണ് 8 സ്റ്റേജസ് ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻ്റ് എന്ന് എറിക്സൺ പേരിടുകയും ചെയ്തു. എന്നിട്ട് ഒരു വ്യക്തി ജനനം തൊട്ട് ഈ ഓരോരോ സ്റ്റേജിൽ കൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം എന്തൊക്കെയാണ് ഫേസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മൈൻഡ് പ്രവർത്തിക്കുന്നത്, എന്തൊക്കെ സാഹചര്യങ്ങൾ അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാം, ഓരോ വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യാം എന്ന് അദ്ദേഹം നോക്കിക്കണ്ട് അനലൈസ് ചെയ്തതിന് ശേഷമാണ് ഈ തിയറി ഉണ്ടാക്കിയത്. ഓക്കെ, സോ ദിസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ സൈക്കോളജിക്കൽ ടാസ്ക് ഓർ സൈക്കോളജിക്കൽ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തി ഈ പറയുന്ന ലൈഫ് സ്പാനിൽ കൂടെ കടന്നു പോകുമ്പോൾ ഹി മേ ഫേസ് സൈക്കോളജിക്കൽ ടാസ്ക് ഓർ സൈക്കോളജിക്കൽ ക്രൈസിസ്. ഓരോ വ്യക്തിയും ഈ 8 സ്റ്റേജിൽ കൂടെ കടന്നു പോകുമ്പോൾ ഹി മേ എക്സ്പീരിയൻസ് ഓർ ഹി മേ ഫേസ് സൈക്കോളജിക്കൽ ടാസ്ക് ഓർ സൈക്കോളജിക്കൽ ക്രൈസിസ്. ഈ ക്രൈസിസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വേർഡാണ്. ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് വലിയ എമർജൻസി ആണെന്നും ഒക്കെ നമ്മൾ പഠിക്കാറുണ്ട്. പക്ഷേ ഈ അതേസമയം എറിക്സനെ സംബന്ധിച്ച് ക്രൈസിസ് എന്ന് പറയുന്ന അതിന് ആ മീനിങ് അല്ല അദ്ദേഹം കൊടുത്തേക്കുന്നത്. ഒരു എമർജൻസി എന്നുള്ള മീനിങ് ഒന്നും അല്ല. നമ്മൾ സാധാരണ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ദുരന്തമോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ ചെയ്യേണ്ട എന്തോ ഒരു ട്രാജഡിയൊക്കെ ഒരു മനുഷ്യൻ്റെയോ ജീവിതത്തിലോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിലോ ഉണ്ടായി എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൈക്കോളജിക്കൽ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മീൻ ചെയ്യുന്നത് വേറൊരു കാര്യമാണ്. അതെന്താണെന്ന് നോക്കാം. അതായത് അക്കോർഡിംഗ് ടു എറിക്സൺ, crisis is a bipolar set of critical psychological tasks that require adaptation or coping. അതായത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മാനസികമായിട്ട് ഉള്ള ഒരു പ്രത്യേക അവസ്ഥയാണ് ക്രൈസിസ്. അത് റിസോൾവ് ചെയ്യണമെങ്കിൽ ആ വ്യക്തി നല്ലപോലെ കോപ്പിംഗ് കപ്പാസിറ്റി ഉള്ള ആളാകണം, അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് കപ്പാസിറ്റി ഉള്ള ആളാകണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആ വ്യക്തിയുടെ ആ പ്രത്യേക മാനസിക അവസ്ഥ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനോ ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നതിനോ അയാളെ പ്രേരിപ്പിക്കാം. മനസ്സിലായോ? അപ്പം നല്ലപോലെ അഡാപ്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ അയാൾ നല്ല വഴിക്കൂടെ പോകും, നന്നായിട്ട് തന്നെ കോപ്പപ്പ് ചെയ്ത് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകും. അതേസമയം വേറെ അദ്ദേഹത്തിന് നല്ലപോലെ കോപ്പിംഗ് കപ്പാസിറ്റി ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ആ ഹ്യൂമൻ ബീയിങ് എങ്കിൽ അദ്ദേഹം നല്ല ആ ഒരു പാത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് അബ്നോർമൽ വേയിലേക്ക് പോകാം. അപ്പം ഈ ബൈപ്പോളാർ ഇതിനകത്ത് പ്രത്യേകം പറഞ്ഞ ക്രൈസിസ് ഇസ് എ ബൈപ്പോളാർ സെറ്റ് ഓഫ് ക്രിട്ടിക്കൽ സൈക്കോളജിക്കൽ ടാസ്ക് എന്ന്. അതായത് ഈ ബൈപ്പോളാർ എന്ന് പറയുമ്പോൾ 2 പോളിൽ എന്നുവെച്ചാൽ ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ആണ് ആ വ്യക്തി ഫേസ് ചെയ്യുന്നതിന് 2 പോൾസ് ഉണ്ട്. മനസ്സിലായോ? അപ്പം നെഗറ്റീവ് പോളിലുള്ളത് അദ്ദേഹത്തെ അങ്ങോട്ട് വലിക്കും, പോസിറ്റീവ് പോളിലുള്ളത് ഇങ്ങോട്ട് വലിക്കും. അപ്പോൾ ഈ വ്യക്തിക്ക് നല്ലപോലെ കോപ്പിംഗ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അദ്ദേഹം പോസിറ്റീവ് പോളിലേക്ക് പോയി നല്ല വ്യക്തിയായിട്ട് മുന്നോട്ട് പോകും, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് കോപ്പപ്പ് ചെയ്ത് മുന്നോട്ട് പോകും. പക്ഷേ ഒരു വ്യക്തിക്ക് ഈ പറയുന്ന കോപ്പിംഗ് കപ്പാസിറ്റി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേരായ വഴിക്കൂടെ പോകാൻ കഴിയാതെ പോകും, അന്നേരമാണ് അദ്ദേഹം ആ വ്യക്തിയാണ് അബ്നോർമൽ ബിഹേവിയർ കാണിക്കുന്നത്. മനസ്സിലായോ? അപ്പം ഇതിനകത്ത് ഈ ഓരോ സ്റ്റേജിൽ കൂടെ ഈ വ്യക്തി കടന്നു പോകുമ്പോൾ ഇദ്ദേഹത്തെ ഓരോ സ്റ്റേജിൽ വെച്ച് 2 വഴിക്കേക്ക് പിടിച്ചു വലിക്കാം. അതായത് റോങ് സൈഡിലേക്കും പോകാം, റൈറ്റ് സൈഡിലേക്കും വ്യക്തിക്ക് പോകാം. അതെങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കേണ്ട ആൾ ആ വ്യക്തി തന്നെയാണ്. അതെങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അയാൾക്ക് കോപ്പിംഗ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് പോസിറ്റീവ് വേയോ അതോ നെഗറ്റീവ് വേയിലേക്കോ ഞാൻ പോകണമെന്നുള്ള കാര്യം ചിന്തിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഈസ് എ സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ഓർ ടാസ്ക് ഫേസ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ വിച്ച് ഈസ് എ ബൈപ്പോളാർ സ്റ്റേറ്റ് വിച്ച് മേ പുൾ ഹിം ഐദർ ടു പോസിറ്റീവ് സൈഡ് ഓർ നെഗറ്റീവ് സൈഡ്. ബട്ട് എ പേഴ്സൺ വിത്ത് എ ഗുഡ് കോപ്പിംഗ് കപ്പാസിറ്റി മേ അഡ്ജസ്റ്റ് ഓർ കോപ്പ് അപ്പ് ആൻഡ് ഹി മേ ഗോ ടു ദ പോസിറ്റീവ് സൈഡ്.
Otherwise, the person who is not having good coping skill may go to negative stage, which shows the abnormal behavior or which leads to abnormal behavior to an individual. മനസ്സിലായി. അപ്പോൾ ഈ ഓരോ സ്റ്റേജ്, ഈ 8 സ്റ്റേജിൽ കൂടെ ഒരു വ്യക്തി ജനിക്കുമ്പം തൊട്ട് മരിക്കുന്നിടം വരെയുള്ള 8 സ്റ്റേജിൽ കൂടെ ഒരു വ്യക്തി എങ്ങനെ കടന്നു പോകുന്നു, ആ ഓരോ സ്റ്റേജിലും ആ വ്യക്തിക്ക് ഫേസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ആവാം, അത് എങ്ങനെ ഒരു വ്യക്തി കോപ്പപ്പ് ചെയ്യും എന്നാണ് ഈ പറയുന്ന എറിക്സന്റെ സൈക്കോ സോഷ്യൽ തിയറിയിൽ പറയുന്നത്. മനസ്സിലായോ? അപ്പം നമ്മൾ ഈ 8 സ്റ്റേജസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനിച്ച് വീഴുമ്പോൾ തൊട്ട് അങ്ങ് മരണത്തിലേക്ക് പോകുന്ന അതേ ദിവസം വരെ ഉള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ 8ആയിട്ട് തിരിച്ചിട്ടാണ് ഈ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എറിക്സൺ പറയുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജിൽ കൂടെ കടന്നു പോകുമ്പോഴേ വ്യക്തിക്ക് എന്ത് പ്രത്യേകതയാണ്, അദ്ദേഹത്തിന് എന്തൊക്കെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാം, എന്തൊക്കെ ഫേസ് ചെയ്യാം, എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം, അതെങ്ങനെ സോൾവ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇത് ഡീൽ ചെയ്യുന്നുണ്ട്. മനസ്സിലായി? അത് നിങ്ങളിത് പഠിച്ചത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രനിൽ പഠിക്കുമ്പോൾ ഇത് പഠിക്കുന്നു പഠിച്ചതും അതുകൊണ്ട് തന്നെയാണ്. കാരണം കുട്ടികൾ ജനിച്ച് വീണ് പല പല സ്റ്റേജിൽ കൂടെ ആണല്ലോ അവർ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ പല പല പേരിട്ട് ആ സ്റ്റേജിനെ വിളിക്കാറുണ്ട്. ഇപ്പോൾ ഇൻഫൻസി ആദ്യത്തെ 1 വർഷം, പിന്നെ അത് കഴിഞ്ഞ് ടോട്ട്ലർ 1 to 3 years, അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രീ സ്കൂൾ ചൈൽഡ്, പിന്നെ സ്കൂൾ ചൈൽഡ്, പിന്നെ അഡോളസൻസ്, ഇങ്ങനെ നമ്മൾ പോവാം. എന്നിട്ട് അവസാനം അങ്ങേ അറ്റത്ത് അഡൾട്ട്ഹുഡിൽ വരെ ഒരു വ്യക്തി എത്തി നിൽക്കുന്നത് അതുവരെയുള്ള ഡെവലപ്മെൻ്റൽ സ്റ്റേജ് ഇതിൽ പറയുന്നുണ്ട്. അതാണ് എറിക്സൺസ് തിയറി ഓഫ് സൈക്കോ സോഷ്യൽ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ പറയാം, ദിസ് ഈസ് ക്യാരക്ടർ ബൈ സൈക്കോസോഷ്യൽ ടാസ്ക് ഓർ സൈക്കോളജിക്കൽ ക്രൈസിസ്, ആൻഡ് ദ ക്രൈസിസ് ഈസ് എ സൈക്കോളജിക്കൽ ടാസ്ക് ദാറ്റ് റിക്വയർ അഡാപ്റ്റേഷൻ. അത് ഞാൻ പറഞ്ഞല്ലോ അല്ലേ? അപ്പം ആ സൈക്കോളജിക്കൽ ടാസ്ക് എന്ന് പറയുന്ന ഓരോ സ്റ്റേജിലും ഒരു ഹ്യൂമൻ ബീയിങ്സ് ഫേസ് ചെയ്യുന്ന സൈക്കോളജിക്കൽ ടാസ്ക് നന്നായി അത് ഓവർകം ചെയ്യണമെങ്കിൽ ഒരു വ്യക്തിക്ക് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ കോപ്പിംഗ് സ്കില്ല് വേണം. കോപ്പിംഗ് സ്കില്ലുള്ള ആളിനാണെങ്കിൽ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകും. അല്ലെങ്കിൽ കോപ്പിംഗ് സ്കിൽ ഇല്ലാത്ത ആളാണ് അവിടെ ബിഹേവിയർ പ്രോബ്ലം കാണിക്കാം, മാനസികമായ പ്രശ്നങ്ങൾ കാണിക്കാം. അങ്ങനെ അയാൾ ഒരു മെൻ്റൽ പേഷ്യൻ്റ് അല്ലെങ്കിൽ മാനസിക രോഗിയായിത്തീരാം. മനസ്സിലായോ? അപ്പോൾ ഇതിനകത്ത് ക്രൈസിസ് റിസോൾവ് ബൈ സോഷ്യൽ, അതായത് ചില വ്യക്തികളൊക്കെ ഈ ക്രൈസിസ് പെട്ടെന്ന് റിസോൾവ് ചെയ്യും, എന്നുവെച്ചാൽ സോൾവ് ചെയ്യും. എങ്ങനെയാണ്? കാരണം അയാൾ മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ ജീവിത പരിചയങ്ങളുള്ള ആൾക്കാർ സമൂഹത്തിലുണ്ടായിരിക്കും. അവരെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ പല പല ഗുണപാഠങ്ങൾ പറഞ്ഞു കൊടുക്കും. നിനക്ക് ഇന്ന പ്രശ്നമാണ്, ഇന്ന പോലെ ചെയ്തു കൊടുക്കാം. അല്ലെങ്കിൽ റോൾ മോഡൽസ് ഒരുപാട് സമൂഹത്തിൽ കാണും. അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എൻ്റെ ഒരു ഉത്തരവാദിത്വം ഇന്നതാണ്, എനിക്ക് ഇത്ര വയസ്സുള്ളപ്പോൾ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തിരിക്കണം, ഞാൻ സൊസൈറ്റിയിലെ ഒരു സോഷ്യൽ ഹ്യൂമൻ ബീയിങ് ആണ്, എനിക്ക് ഇന്ന ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് കണ്ട് മനസ്സിലാക്കി ചിലപ്പം അയാൾ കോപ്പപ്പ് ചെയ്തങ്ങ് പോകും. എനിക്ക് പുറകോട്ട് പോകാൻ പറ്റത്തില്ല, ഐ ആം എ ഹ്യൂമൻ ബീയിങ്, ഐ ആം എ സോഷ്യൽ ബീയിങ്, ഐ വാണ്ട് ടു ലീവ് വിത്ത് ഹാപ്പിനെസ്, അങ്ങനെയൊക്കെയുള്ള ചിന്തകളുള്ളത് ആ രീതിയിൽ അയാളുടെ റോൾ പെർഫോം ചെയ്തങ്ങ് കോപ്പി ചെയ്ത് അങ്ങ് മുന്നോട്ട് പോകും. അതല്ലെങ്കിൽ എന്താ? ക്രൈസിസ് റിസോൾവ് ബൈ സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് വെച്ചാൽ സൊസൈറ്റിയിൽ മറ്റുള്ളവരുമായിട്ട് പൊരുത്തപ്പെട്ട് പല പല ജീവിതാനുഭവങ്ങളുള്ളവർ സൊസൈറ്റിയിൽ കാണും. അവരോട് ചെന്ന് ചോദിച്ച് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി എന്ത് ചെയ്യണം, അങ്ങനെയൊക്കെ ചോദിച്ച് അവരുടെ അഡ്വൈസ് സീക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവരെ നോക്കി പഠിക്കാം, കണ്ടുപഠിക്കാം. അല്ലെ റോൾ മോഡലായിട്ട് ആൾക്കാരെ പറ്റി നമ്മുടെ കേട്ടിട്ടുണ്ടാവാം, അവരെങ്ങനെ ജീവിച്ചതെന്നൊക്കെ കേട്ടിട്ടുണ്ടാകാം, കണ്ടറിഞ്ഞിട്ടുണ്ടാകാം. അതൊക്കെ വെച്ച് വേണമെങ്കിൽ കോപ്പിംഗ് നടത്താം. മനസ്സിലായി? അതാണ് പറയുന്നത് ക്രൈസിസ് ക്യാൻ ബി റിസോൾവ്ഡ് ബൈ സോഷ്യൽ ഇൻട്രാക്ഷൻ. ദെൻ വേറൊരു കാര്യം കൂടെ ഉണ്ട്, അനദർ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്. എയർലി സക്സസ്ഫുൾ റെസൊല്യൂഷൻ ഓഫ് ക്രൈസിസ് ഇഫക്റ്റ് പോസിറ്റീവ് റെസൊല്യൂഷൻ ഇൻ ലേറ്റ് ലൈഫ്. അതായത് ഒരു വ്യക്തി ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്രൈസിസ് ഫേസ് ചെയ്യുമ്പോൾ അയാൾക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ മുമ്പ് പഴയ ലൈഫിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് വേയിലാണ് ഇയാളെ ഹെൽപ്പ് ചെയ്തതെങ്കിൽ അത് ലേറ്റർ ഓൺ ഈ സ്റ്റേജിലും നന്നായിട്ട് ഫേസ് ചെയ്യാൻ അയാളെ സഹായിക്കും. അതാണ് പറയുന്നത് എയർലി സക്സസ്ഫുൾ റെസൊല്യൂഷൻ ഓഫ് ക്രൈസിസ് ഇഫക്റ്റ് പോസിറ്റീവ് റെസൊല്യൂഷൻ ഇൻ ലേറ്റ് ലൈഫ്. അതായത് പണ്ടൊരിക്കലും ഒരു ക്രൈസിസ് വന്നപ്പോൾ അത് ഫേസ് ചെയ്ത് കുഴപ്പമില്ലാതെ അതിൽ നിന്ന് കരകയറി പോന്നു. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക്, അങ്ങനെ ഒരു പരിചയമുള്ള വ്യക്തിക്ക് വീണ്ടും ലേറ്റർ സ്റ്റേജിലെ ക്രൈസിസ് വന്നാൽ അദ്ദേഹത്തിനും അത് പോസിറ്റീവായിട്ട് റെസൊല്യൂട്ട് ചെയ്യാൻ കഴിയുമെന്നാണ് എറിക്സൺ പറയുന്നത്. ഓക്കെ, പിന്നെ ഇനി എറിക്സന്റെ 8 സ്റ്റെപ്സ് ഉണ്ട്, 8 സ്റ്റേജസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ 8 സ്റ്റെപ്പ് അല്ല ഇവിടെ സ്റ്റേജസ് എന്ന് വായിക്കണം. എറിക്സൺസ് 8 സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, സ്റ്റേജ് 1 ഓറൽ അല്ലെങ്കിൽ സെൻസറി, സ്റ്റേജ് 2 മസ്കുലർ ഓർ റേനൽ, സ്റ്റേജ് 3 ലോക്കോമോട്ടർ, സ്റ്റേജ് 4 ലേറ്റൻസി, സ്റ്റേജ് 5 അഡോളസൻസ്, സ്റ്റേജ് 6 യങ് അഡൽട്ട്ഹുഡ്, സ്റ്റേജ് 7 മിഡിൽ അഡൽട്ട്ഹുഡ് ആൻഡ് സ്റ്റേജ് 8 മെച്യൂരിറ്റി.
ഞാനിത് വീണ്ടും വായിക്കുന്നില്ല, കാരണം നിങ്ങൾ പീഡിയാട്രിക്സിൽ ഇത് പഠിച്ചതാണ്, അസൈൻമെൻറ്റും ഒക്കെ എഴുതി കാണും, നന്നായിട്ട് ചിലപ്പം പരീക്ഷ ഇതിനെപ്പറ്റിയൊക്കെ എഴുതി കാണും അല്ലേ, കാരണം ഇതൊക്കെ ആദ്യം പഠിക്കുന്ന പീഡിയാട്രിക്സിൽ. അപ്പോൾ ഇതാണ് എറിക്സൺസ് 8 സ്റ്റേജസ് ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. ഒരു വ്യക്തി ജനിച്ച് വീഴുമ്പം തോന്നുന്ന മരണത്തിലെത്തുന്നവരെ അയാൾ സഞ്ചരിക്കുന്ന ഈ സ്റ്റേജസ് ആണ് ഈ പറയുന്ന 8 സ്റ്റേജ് അല്ലേ. അവിടം തൊട്ട് സഞ്ചരിച്ച് അവസാനം വരെ എത്തുന്ന ഈ 8 സ്റ്റേജിനെയാണ് നമ്മൾ എറിക്സൺ സ്റ്റേജസ് ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇത് ഓരോ സ്റ്റേജിലും എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കണം. അതായത് ആദ്യമേ സ്റ്റേജ് 1 എടുക്കാം. അതിനകത്ത് നമ്മൾ ഓറൽ അല്ലെങ്കിൽ സെൻസറി സ്റ്റേജാന്ന് പറഞ്ഞില്ല, അതിനകത്ത് എന്താ പ്രത്യേകതയെന്ന് നമുക്ക് നോക്കാം. ഏജ് എന്ന് പറയുന്ന ഈ സ്റ്റേജിൽ കുട്ടിക്ക് ഏജ് ബർത്ത് ടു 1 ഇയർ, അതായത് ജനിച്ച് വീഴുമ്പം തൊട്ട് ഫസ്റ്റ് ബർത്ത്ഡേ ആകുന്നിടം വരെ ഉള്ള സമയമാണ് ഫസ്റ്റ് 1 ഇയർ എന്ന് പറയുന്നത് അല്ലേ. അത് നമ്മൾ ഇൻഫൻസി എന്ന് പറയും. ആ ഇൻഫൻസി സ്റ്റേജാണ് ഈ ഓറൽ സെൻസറി സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ അവിടെയുള്ള ആ കുട്ടിയുടെ ബേസിക് കോൺഫ്ലിക്റ്റ് എന്താണെന്ന് വെച്ചാൽ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. അതായത് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരാളിൽ വിശ്വാസം തോന്നുക എന്ന് നമ്മൾ ട്രസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്റ്റേജാണ് മിസ്ട്രസ്റ്റ്. അപ്പോൾ ഒരു കുട്ടിക്ക്, അതായത് ഇൻഫൻറ്റിന് ഇത് രണ്ടും ഉണ്ടാകാം, ട്രസ്റ്റും മിസ്ട്രസ്റ്റും ഉണ്ടാകാം. ട്രസ്റ്റ് എങ്ങനെയുണ്ടാകുന്നു, മിസ്ട്രസ്റ്റ് എങ്ങനെയുണ്ടാകുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അയാളുടെ പ്രോബ്ലം ഒക്കർ ചെയ്യുന്നത്. അപ്പം വേറൊരു കാര്യം കൂടെ നോക്കാം. ഇമ്പോർട്ടൻ്റ് ഇവൻ്റ് ഇൻ ലൈഫ് ഈസ് ഫീഡിങ്. അതായത് ഒരു ഇൻഫൻറ്റിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അയാളുടെ ലൈഫിലുള്ള ഒരേ ഒരു കാര്യമാണ് ഫീഡിങ്. അതായത് നമുക്കറിയാമല്ലോ, കുട്ടിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ കരയും, അല്ലെങ്കിൽ ആവശ്യത്തിന് പാല് അമ്മയിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ അത് ഡിസ്ട്രസ്ഡ് ആകും, അത് അൺകംഫർട്ടബിൾ ആകും, അതൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരു ഇൻഫൻറ്റിനെ സംബന്ധിച്ചുള്ള അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ് ഫീഡിങ് ആണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് റിലേഷൻഷിപ്പ് വിത്ത് മദർ, അതായത് ആരുമായിട്ടാണോ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് റിലേഷൻഷിപ്പ് ഉള്ളത്, അതായത് പേരൻസ് നമുക്ക് പറയാൻ പറ്റത്തില്ല, എപ്പോഴും ഇൻഫൻറ്റിന് ഇമ്പോർട്ടൻ്റ് റിലേഷൻഷിപ്പ് ഉള്ളത് അതിൻ്റെ അമ്മയുമായിട്ടാണ്. മനസ്സിലായോ? സോ ഇമ്പോർട്ടൻ്റ് ഇവൻറ്റ് ഫീഡിങ് ആണ്. ഇമ്പോർട്ടൻ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് വിത്ത് മദർ. പിന്നെ അതായത് അമ്മ കൺസിസ്റ്റൻ്റായിട്ട് ലവ് ആൻഡ് അഫെക്ഷൻ കൊടുക്കുകയാണ്, വാംത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ദ ചൈൽഡ് വിൽ ലേൺ ട്രസ്റ്റ്, അതായത് വിശ്വസ്തത ഡെവലപ്പ് ചെയ്യും. അമ്മ എനിക്ക് സമയാസമയങ്ങളിൽ പാല് തരുന്നുണ്ട്, എന്നെ എടുത്ത് താലോലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഡിസ്കംഫർട്ടൊന്നും വരാതെ അമ്മ നോക്കുന്നുണ്ട്, ഉറങ്ങാൻ അനുവദിക്കുന്നുണ്ട്. അങ്ങനെ കുട്ടിക്ക് വേണ്ട എല്ലാ റിക്വയർമെൻറ്റും, ഒരു ഇൻഫൻറ്റിന് വേണ്ട എല്ലാ റിക്വയർമെൻറ്റിനും കൺസിസ്റ്റൻ്റായിട്ട് ഒരു മദർ ലവ് ആൻഡ് അഫെക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ചൈൽഡ് വിൽ ലേൺ ട്രസ്റ്റ്. മനസ്സിലായി? ഈ ലേണിംഗ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, അതായത് അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റാണ് ചൈൽഡ് വിൽ വ്യൂ ദ വേൾഡ് ആസ് എ സേഫ് ആൻഡ് ഡിപ്പെൻഡബിൾ പ്ലേസ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ട്രസ്റ്റ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ലോകം എന്ന് പറയുന്നത് എനിക്ക് ജീവിച്ചു പോകാൻ പ്രശ്നമില്ലാത്തൊരു സ്ഥലമാണ്, ഞാൻ സേഫാണ്, സെക്യൂർ ആണെന്നുള്ള കുട്ടിക്കൊരു തോന്നലുണ്ടാകുക. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് വ്യൂയിങ് ഓർ ഡെവലപ്പിംഗ് ട്രസ്റ്റ് ഇൻ ദ ചൈൽഡ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ലവ് ആൻഡ് അഫെക്ഷൻ കിട്ടണം, പാല് കിട്ടണം, മറ്റുള്ള കാര്യങ്ങളെല്ലാം പ്രോബ്ലം ഇല്ലാതെ സാധിച്ചു തരണം. അങ്ങനെ വരുമ്പം അമ്മയിൽ നിന്നുള്ള റിലേഷനിൽ നിന്ന് കുട്ടിന്ന് ലവ് ആൻഡ് അഫെക്ഷൻ ഇതിൽ നിന്നൊക്കെ കുട്ടിക്ക് കിട്ടുന്ന ട്രസ്റ്റ് ആ കുട്ടിയെ ലോകത്തെ ഒരു പോസിറ്റീവ് വ്യൂയോടെ കാണാൻ തന്നെ അനുവദിക്കും. മനസ്സിലായോ? അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ കോൺസ്റ്റൻറ്റ് ലവ് ആൻഡ് അഫെക്ഷൻ ഫ്രം ദ മദർ അത് കിട്ടുന്നത് കൊണ്ടും മറ്റുള്ള നീഡ്സിനെ അത് വലിയ പ്രശ്നമില്ലാതെ അമ്മ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് കുട്ടിക്ക് അങ്ങനെ ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അതേസമയം ഇൻകൺസിസ്റ്റൻറ്റ് കെയർ ആണെങ്കിലോ, അമ്മ സമയത്ത് പാല് കൊടുക്കുന്നില്ല, കുട്ടിയെ കെയർ ചെയ്യുന്നില്ല, ഈവൻ കുട്ടി മൂത്രമൊഴിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ക്ലീൻ ചെയ്യുന്നില്ല, കെയർ കൊടുക്കുന്നില്ല, അങ്ങനെയുള്ള ലവ് ആൻഡ് അഫെക്ഷൻ കൊടുക്കുന്നില്ല, അങ്ങനെയുള്ള ഒരു ഇൻകൺസിസ്റ്റൻറ്റ് കെയറാണ് വരുന്നതെങ്കിൽ ആ കുട്ടിക്ക് മിസ്ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യും. അന്നേരമാണ് കുട്ടിക്ക് ആങ്സൈറ്റി, സെൻസറി ഡിസ്റ്റോർഷൻ, വിഡ്രോയൽ ഇങ്ങനെയുള്ള സിംറ്റം ഒക്കെ അത് കാണിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായല്ലോ, ഓറൽ എന്ന ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫ്, അതായത് ഇൻഫൻസിയിൽ ഒരു കുട്ടിക്ക് ലവ് ആൻഡ് അഫെക്ഷൻ കിട്ടുമ്പോഴും വാംത് ആൻഡ് കെയർ കിട്ടുമ്പോഴും കുട്ടി എങ്ങനെ പ്രതികരിക്കും, അത് കിട്ടിയില്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കും എന്ന് മനസ്സിലായല്ലോ. അതാണ് നമ്മൾ പറയുന്നത്, ദാറ്റ് ഈസ് ബേസിക് കോൺഫ്ലിക്റ്റ് ഓഫ് ദ ചൈൽഡ് ഈസ് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അത് പ്രോപ്പർലി കിട്ടിയാൽ കുട്ടി എങ്ങനെ പ്രതികരിക്കും, കിട്ടിയില്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കും എന്ന് കണ്ടു. മനസ്സിലായോ? അപ്പോൾ അബ്നോർമൽ ബിഹേവിയർ എങ്ങനെ ഫസ്റ്റ് സ്റ്റേജിൽ കുട്ടി കാണിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് സ്റ്റേജ് 2ലേക്ക് പോകാം. ഈ സ്റ്റേജ് 2 എന്ന് പറയുന്നത് മസ്കുലർ ഓർ ഏനൽ സ്റ്റേജ് എന്ന് പറയും. ഈ സ്റ്റേജിൽ കുട്ടിയുടെ പ്രായം 1 വയസ്സിനും 3 വയസ്സിനും ഇടയ്ക്കാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേ കഴിഞ്ഞ് 3 വയസ്സ് പൂർത്തിയാകുന്നിടം വരെയുള്ള സമയത്തിന് നമ്മൾ പറയുന്ന പേരാണ് ടോട്ട്ലർ. അപ്പോൾ ഈ ടോട്ട്ലർ പീരീഡിലാണ് സ്റ്റേജ് 2.
അപ്പോൾ അന്നേരം അവിടുത്തെ ബേസിക് കോൺഫ്ലിക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഓട്ടോണോമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. അതാണ് അവിടുത്തെ ബേസിക് കോൺഫ്ലിക്റ്റ് ഓഫ് എ ടോട്ട്ലർ. മനസ്സിലായോ? തന്നെയല്ല, അവിടുത്തെ ആ കുട്ടിയെ സംബന്ധിച്ചുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് ട്രെയിനിങ് ആണ്. നമുക്കറിയാം, 1 വയസ്സ് വരെ കുട്ടി അല്ലെങ്കിൽ അതിന് കൺട്രോളൊന്നുമില്ല, ടോയ്ലറ്റ് ട്രെയിൻഡ് അല്ല, സ്റ്റൂള് പാസ് ചെയ്യുന്ന, യൂറിൻ പാസ് ചെയ്യുന്ന, അതിന് ഇഷ്ടമുള്ളപ്പോൾ എപ്പോൾ വേണമെങ്കിലും ആകാം, അതിന് ട്രെയിൻഡ് അല്ല, അല്ലേ? അപ്പോൾ അത് ഇൻഫൻസിൽ. അത് കഴിയുമ്പം ഇൻഫൻസി കഴിഞ്ഞ് ടോട്ട്ലർ പീരീഡിലേക്ക് വരുമ്പോൾ ഗ്രാജുവലി കുട്ടിയെ ടോയ്ലറ്റ് ട്രെയിൻഡ് ആക്കാറുണ്ട്. അതായത് കുട്ടി, ദ ചൈൽഡ് ഷുഡ് ബി അവെയർ ഓഫ് ഹൗ ടു പാസ് ആൻഡ് വെൻ ടു പാസ് ആൻഡ് വെയർ ടു പാസ് ആൻഡ് ഓൾ. അത് നമ്മൾ ട്രെയിനിങ് കൊടുത്താണ് കുട്ടിയെ ടോയ്ലറ്റ് ട്രെയിൻഡ് ആക്കുന്നത്. അപ്പം ഇമ്പോർട്ടൻ്റ് ഇവൻ്റ് ഇൻ ടോട്ട്ലർ പീരീഡ് ഈസ് ടോയ്ലറ്റ് ട്രെയിനിങ് എന്ന് നമുക്ക് പറയാം. പിന്നെ ഈ കുട്ടിക്ക് ആരുമായിട്ട് ഇമ്പോർട്ടൻ്റ് റിലേഷൻഷിപ്പ് നോക്കിയാൽ വിത്ത് പേരൻസ്, അല്ലേ? അവിടെ അമ്മയ്ക്ക് മാത്രമല്ല ഇമ്പോർട്ടൻസ്, അത് ഇൻഫൻസിയിൽ അമ്മയ്ക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. പക്ഷേ ടോട്ട്ലർ എന്ന് പറയുന്ന സമയം വരുമ്പോഴത്തേക്കും പേരൻസ് ആസ് എ ഹോൾ ചൈൽഡ് മേക്സ് റിലേഷൻഷിപ്പ് വിത്ത് പേരൻസ്. അച്ഛനെയും അമ്മയും ഒരുപോലെ റിലേഷൻഷിപ്പിൽ ഉൾപ്പെടുത്തും കുട്ടി. അപ്പോൾ അതാണ് പറഞ്ഞത്, ദ ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പ് ഈസ് കംസ് വിത്ത് പേരൻസ്. പിന്നെ അടുത്തത്, ഇനി ആ കുട്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തതെന്ന് വെച്ചാൽ, ആ കുട്ടിക്ക് ഒത്തിരി എക്സ്ട്രാ എനർജി ഉള്ള ഒരു ഏജാണ് ടോട്ട്ലർ എന്ന് പറയുന്നത്. എനർജി യൂട്ടിലൈസ്ഡ് ഫോർ ഫിസിക്കൽ സ്കില്ല്. അതായത് ഫിസിക്കൽ സ്കിൽ എന്ന് പറഞ്ഞാൽ ഓടുക, ചാടുക, അങ്ങനെയുള്ള ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഭാഗമായിട്ട് 3 വയസ്സുള്ള അകത്തുള്ള കുട്ടി എന്തെല്ലാം കാണിക്കുന്നത്, അവിടെ എല്ലാം മോട്ടോർ ഡെവലപ്മെൻ്റ് ഒക്കെ കുട്ടി കാണിക്കാം, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് കാണിക്കാം, ഫിസിക്കൽ സ്കില്ല് കാണിക്കാം. പിന്നെ ഹി ലേൺസ് സെൽഫ് കൺട്രോൾ, സ്വയം നിയന്ത്രിക്കാൻ പഠിക്കും. പിന്നെ ബട്ട് ഡെവലപ്പ് ഷെയിം ആൻഡ് ഗിൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടോട്ട്ലർ എന്ന് പറയുന്ന കുട്ടി ഒരു ക്യൂരിയസ് എക്സ്പ്ലോററാണ്. പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കണം, എൻ്റെ സ്വന്തം കഴിവുകൾ മറ്റുള്ളവരെ കാണിക്കണം. ഇതിനൊക്കെ ഒരുപാട് തുനിഞ്ഞിറങ്ങുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ് ഈ ടോട്ട്ലർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ ഏജിൽ സെൽഫ് കൺട്രോൾ ഉണ്ടാകും, പക്ഷേ കുട്ടിക്ക് ഷെയിം ആൻഡ് ഡൗട്ട് എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടാകാം. എന്നുവെച്ചാൽ ഷെയിം എന്ന് പറഞ്ഞാൽ ആദ്യമേ ഒരു കാര്യം പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി തുനിഞ്ഞിറങ്ങും ഈ കുട്ടി. കാരണം ഹീസ് ആൻ എക്സ്പ്ലോറർ. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അതായത് ഓരോന്നിനെ പറ്റിയും കോൺസെപ്റ്റ് ഫോർമേഷനും ആ കോൺസെപ്റ്റ് എന്താണ്, അല്ലെങ്കിൽ അതെന്താണ് ഇങ്ങനെ വൈ എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കുട്ടികൾ ഈ പ്രായത്തിലാണ്. അതെന്തുകൊണ്ട് അങ്ങനെ, എന്തുകൊണ്ട് ഇങ്ങനെ, അങ്ങനെ കുട്ടി കൂടുതൽ പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയും ലോകത്തെപ്പറ്റിയും സമൂഹത്തെപ്പറ്റിയും ചുറ്റുമുള്ളവരെ പറ്റിയും ഒക്കെ പഠിച്ച് മനസ്സിലാക്കാനും ഓരോന്നിനെ പറ്റിയും ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കുന്നതും ഒക്കെ ടോട്ട്ലർ ഏജിലാണ്. അപ്പോൾ അങ്ങനെ വരുന്നോണ്ടേ സെൽഫ് കൺട്രോൾ ഉണ്ടാകാം, പക്ഷേ ഡെവലപ്പ് ഷെയിം ആൻഡ് ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുമ്പോഴും കുട്ടിക്ക് തോന്നും, ഇത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഇത് ഞാൻ വിചാരിക്കുന്ന പോലെ ആണോ. കാരണം ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്താൽ ഇതെന്താണെന്ന് കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതല്ലാതെ സ്വന്തമായിട്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുമ്പോൾ ഇത് ശരിയാണോ, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ അങ്ങനെ ചെയ്താൽ അത് മോശമല്ലേ, അങ്ങനെ കുട്ടിയുടെ മനസ്സിൽ ചിന്തകളുണ്ടാകാം. അതാണ് ടോട്ട്ലറിൻ്റെ അതായത് ബേസിക് കോൺഫ്ലിക്റ്റ്. ഓട്ടോണോമി എന്ന് പറഞ്ഞാൽ അതിന് സ്വാതന്ത്ര്യം വേണം, അത് സ്വന്തമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അതിന് പേടിയാണ്, ഇത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ തെറ്റായി പോവോ, മറ്റുള്ളവർ എന്നോട് ഷെയിം കാണിക്കുമോ എന്നുള്ള ഒരു ഡൗട്ടും കുട്ടിക്ക് എപ്പോഴും തോന്നാം. മനസ്സിലായോ? അതുകൊണ്ടാണ് പറയുന്നത് ഈ സ്റ്റേജിനെ മസ്കുലർ അല്ലെങ്കിൽ ഏനൽ സ്റ്റേജ് എന്ന് പറയുന്നത് വിത്ത് ഇമ്പോർട്ടൻറ്റ് കോൺഫ്ലിക്റ്റ് ആസ് ഓട്ടോണോമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. ഓട്ടോണോമി എന്ന് പറഞ്ഞാൽ എന്തുവാ? സ്വയം ഭരണാധികാരം. അതായത് സ്വന്തമായിട്ട് പലതും ചെയ്യാൻ കുട്ടിക്ക് അറിയാം, കുട്ടിക്ക് കഴിയും, അങ്ങനെയുള്ള ആഗ്രഹവും കുട്ടിക്കുണ്ടെങ്കിലും അതിനൊരു കൺഫ്യൂഷനാണ്, അയ്യോ അങ്ങനെ ചെയ്താൽ പ്രശ്നമാകുമോ. അതാണ് പറയുന്നത് ഓട്ടോണോമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. ഓക്കെ. പിന്നെ സെൻസ് ഓഫ് ഓട്ടോണോമി, ഫീലിംഗ്, കോമ്പിറ്റൻസ് ആൻഡ് സെൽഫ് വർത്ത് ടേക്ക് പ്ലേസ്, ഇതെല്ലാം സംഭവിക്കാം. പക്ഷേ കുട്ടിക്ക് നമ്മൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒന്നും കൊടുക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടി ഒരു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൽ കൂടെ കടന്നു പോകുന്നൊരു കുട്ടിയാണ്. കുട്ടി ഈ ലേൺസ് സെൽഫ് കൺട്രോൾ ബട്ട് ഡെവലപ്സ് ഷെയിം ആൻഡ് ഡൗട്ട് എന്ന് ഞാൻ പറഞ്ഞു. എ സെൻസ് ഓഫ് ഓട്ടോണോമി, ഫീലിംഗ് ഓഫ് കോമ്പിറ്റൻസ് ആൻഡ് സെൽഫ് വർത്ത് ടേക്ക് പ്ലേസ് അറ്റ് ദിസ് സ്റ്റേജ്. ഈ സ്റ്റേജിലാണ് ഒരു ടോട്ട്ലർക്ക് സെൻസ് ഓഫ് ഓട്ടോണോമി, ഫീലിംഗ് ഓഫ് കോമ്പിറ്റൻസ്, സെൽഫ് വർത്ത് എല്ലാം ഉണ്ടാകുന്ന ഈ പറയുന്ന ടോട്ട്ലർ പീരീഡിലാണ്. തന്നെയല്ല ടോയ്ലറ്റ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് മോട്ടോർ സ്കിൽ ഒക്കർ ഡ്യൂറിങ് ദിസ് സ്റ്റേജ്. മോട്ടോർ സ്കിൽ എന്ന് വെച്ചാൽ മൂവ് ചെയ്യാനുള്ള, അതായത് ഓടാനും ചാടാനും അങ്ങനെയുള്ള കൂടുതൽ ആക്റ്റീവ് ആകുന്ന ഒരു സ്റ്റേജാണ് കുട്ടിയുടെ ഈ പറയുന്ന സ്റ്റേജ് 2 അല്ലെങ്കിൽ വിച്ച് ഈസ് കോൾഡ് മസ്കുലർ ഓർ ഏനൽ സ്റ്റേജ്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റേജ് 3യിലേക്ക് പോകാം. അതായത് ആ സ്റ്റേജിൻ്റെ പേരാണ് മോട്ടോർ ഓർ പ്രീ സ്കൂൾ. മനസ്സിലായോ? ഈ സ്റ്റേജിലുള്ള കുട്ടികൾ 3 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെ ഉള്ളവരായിരിക്കും ഈ ഗ്രൂപ്പിലുള്ളത്. അതായത് ഏജ് ഗ്രൂപ്പ് ഓഫ് 3 to 6 years ഈസ് ഇൻവോൾവ്
included in this stage 3, which is known as locomotor or preschool stage. അവരുടെ ബേസിക് കോൺഫ്ലിക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും മുന്നിട്ടിറങ്ങണം എന്നൊരു ചിന്ത അവർക്ക് എപ്പോഴും ഉണ്ട്. അതിന് അവർ താല്പര്യവും കാണിക്കും. പക്ഷേ അവർക്ക് ഞാൻ ചെയ്യുന്ന തെറ്റായി പോവോ എന്നൊരു സംശയവും തോന്നാം. അതുകൊണ്ടാണ് അന്ന് പറയുന്നത് ബേസിക് കോൺഫ്ലിക്റ്റ് ഒക്കേഴ്സ് ബിറ്റ്വീൻ ഇനിഷ്യേറ്റീവ്നെസ് ആൻഡ് ഗിൽറ്റ്. ഓക്കെ, അപ്പം ഇമ്പോർട്ടൻ്റ് ഇവൻ്റ് ഈസ് ഇൻഡിപെൻഡൻസ്. അതെന്ന് വെച്ചാൽ കുട്ടിക്ക് എപ്പോഴും എനിക്ക് സ്വയമായിട്ട് പല പല കാര്യങ്ങൾ ചെയ്യണം, മറ്റുള്ളവരെ ആശ്രയിക്കരുത് എന്നുള്ള ചിന്തയുണ്ടാകും. പിന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് റിലേഷൻഷിപ്പ് ഈസ് വിത്ത് ഫാമിലി. കാരണം വീട്ടിലുള്ളവരെല്ലാവരുമായിട്ടാണ് അവരുടെ റിലേഷൻഷിപ്പ് കൂടുതൽ ഉണ്ടാകുന്നത്. അതാണ് ഇമ്പോർട്ടൻ്റ് റിലേഷൻഷിപ്പ് ഈസ് വിത്ത് ഫാമിലി. ദെൻ ബിക്കംസ് മോർ അസർട്ടീവ് ഇൻ എക്സ്പ്ലോറേഷൻ, ഡിസ്കവറി, അഡ്വഞ്ചർ ആൻഡ് പ്ലേ. അതായത് ഒത്തിരി മുന്നിട്ടിറങ്ങി മുൻഗണന കൊടുത്ത് ഇതിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് എക്സിക്യൂട്ട് ചെയ്യും. എന്തൊക്കെയാണ്? മോർ അസർട്ടീവ്നെസ് ഇൻ എക്സ്പ്ലോറേഷൻ, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും, ആൻഡ് ദ വൈ ആസ്പെക്ട് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പ്രൊസീജിയർ ഓർ ഇൻസിഡൻറ്റ് ഹി വാണ്ട് ടു നോ. പിന്നെ അഡ്വഞ്ചർ കാണിക്കാം. ഇപ്പോൾ തന്നെ ഒരുപാട് സ്റ്റെപ്പിൻ്റെ മണ്ട വരെയൊക്കെ കയറി മേണ്ടും താഴോട്ട് ചാടുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറച്ച് വെള്ളം കിടക്കുന്നതാണ് അതിനകത്ത് പോയി കൈയിട്ട് കാലിട്ട് നോക്കുക, മണ്ണൊക്കെ കുഴിച്ച് നോക്കുക, അതിനകത്ത് എന്തൊക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് മനസ്സിലാക്കണം എന്നുള്ള ചിന്തയിൽ പല പല എക്സ്പ്ലോറേറ്ററി വർക്കും ചെയ്യും. അവർ പലതും ഡിസ്കവർ ചെയ്യും. പിന്നെ അഡ്വഞ്ചറസ് പ്ലേ അവർ കാണിക്കും. ഇതെല്ലാം ഈ പ്രീ സ്കൂളറിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പിന്നെ അവരുടെ ബേസിക് ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഇമാജിനേഷൻ, എക്സ്പ്ലോറേഷൻ ആൻഡ് ലേണിംഗ്. അതായത് പല പല കാര്യങ്ങൾ ആക്റ്റീവായിട്ട് അവർ ഇമാജിനേറ്റ് ചെയ്യും. പിന്നെ അവർ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. പല പല കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കും. പിന്നെ ആൻഡ് ലേണിംഗ്. അതായത് ഈ അടുത്ത കാലത്ത് ഒരു കുട്ടി, അതായത് എക്സ്പ്ലോറേഷൻ്റെ കാര്യം പറഞ്ഞ് എൻ്റെ എക്സാമ്പിൾ പറയാം. ഒരു കുട്ടിയെ സ്കൂളിൻ്റെ അവധി വന്നപ്പോൾ, അവർ നാട്ടിൻപുറത്ത് ജീവിക്കുന്നവരാണ്. പക്ഷേ അവർ സ്കൂളിൻ്റെ അവധി വന്നപ്പോൾ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയോ രണ്ടൊരു സിസ്റ്ററിൻ്റെ വീട്ട് അങ്ങ് ഒരു അർബൻ ഏരിയയിലോ ടൗണിലോ കോർപ്പറേഷനിലോ കണ്ട അവിടെ പോയി. അവിടെ വെക്കേഷന് പോയപ്പോൾ അവിടെ കിണറെന്ന് പറഞ്ഞൊരു കിണറുണ്ട്. നാട്ടിൽ കിണറുണ്ട്, കുട്ടി കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് വെള്ളം കോരുന്നതും വെള്ളം എടുത്ത് ഉപയോഗിക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന ടൗണിൽ ചെന്നപ്പോൾ അവിടെ കിണറിൻ്റെ മുകളിലൊരു നെറ്റ് ഇട്ടേക്കുന്നുണ്ട്. ആ നെറ്റ് എന്തിനാണ് ഇട്ടിരിക്കുന്നതെന്ന് അവർ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പൈപ്പ് വാട്ടറും കോർപ്പറേഷൻ വെള്ളമൊക്കെ ഉണ്ട്, കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് പിന്നെ അതിനകത്ത് ഇലയൊന്നും വീണ്ടും ചീത്തയായി വെള്ളം മോശമാകണ്ടെന്ന് ഓർത്ത് അവർ നെറ്റിട്ടേക്കും കണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടി അവിടുത്തെ കുട്ടിയുടെ കൂടെ നിന്ന് അവരുടെ കോട്ടയാട് ഇരുന്ന് കളിക്കുമായിരുന്നു. അപ്പോഴേ ഇതിൻ്റെ കിണർ അതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് ചെന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ നെറ്റിട്ട് കവർ ചെയ്തേക്കുന്നു. അപ്പോൾ കുട്ടിക്ക് തോന്നി എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ, ഇതെന്തിനാ ഇങ്ങനെ ചെയ്തേക്കുന്നത് വെച്ചാൽ കുട്ടി ഈ കിണറിൻ്റെ മണ്ടയ്ക്ക് കയറി ആ നെറ്റിനകത്തോട്ട് ഇറങ്ങി. മനസ്സിലായോ? എന്താണെന്ന് നോക്കാൻ വേണ്ടി. അപ്പോഴേ കുട്ടി ആ നെറ്റ് ആണല്ലോ, അതിനെത്ര ഇത് കാണും, കുട്ടി താഴെ കിണറ്റിനകത്ത് വീണു. പക്ഷേ ആരും കണ്ടില്ല. അടുത്തിരുന്ന കുട്ടി കുറച്ച് ലേറ്റായിട്ടാണ് കണ്ടത്. എന്നിട്ട് അവസാനം വിളിച്ച് കരഞ്ഞൊക്കെ ചെന്നപ്പോഴത്തേക്ക് അവസാനം കുട്ടി എടുക്കാൻ സമയത്തൊന്നും പറ്റിയില്ല, കുട്ടി മരിച്ചു പോയി. അപ്പം കുട്ടിയുടെ ആ എക്സ്പ്ലോറേറ്ററി മൈൻഡാണ്. അതായത് എൻ്റെ വീട്ടിലിതില്ല, ഇവിടെ എന്താണ് ഒരു കിണറിങ്ങനെ മൂടി വെച്ചേക്കുന്നത്, അതൊന്നും അറിയണമല്ലോ എന്നോർത്ത് കുട്ടി പോയതാണ്. അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും. കാരണം അങ്ങനെ കേട്ടിട്ടില്ലേ, ഈ പിന്നെ അവധിക്കൊക്കെ ഓരോരുത്തർക്ക് റൂറൽ ഏരിയയിലോ അല്ലെങ്കിൽ അവധിക്കൊക്കെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പോയി മുങ്ങി മരിക്കുന്നു എന്നൊക്കെ നമ്മൾ മിക്കപ്പോഴും പത്രത്തിൽ കേൾക്കാറുണ്ട്. കാരണം കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. അത് കാണുമ്പോൾ ഇതെന്ത് എന്ന് തീരുമാനിക്കാനുള്ള ഒരു പക്ഷേ ആറിൻ്റെയോ തോടിൻ്റെയോ ഒന്നും ഡെപ്ത് അവർക്ക് അറിയത്തില്ലായിരിക്കും. അവരങ്ങ് ഇറങ്ങി പോകും. വെള്ളമല്ലേ ഉള്ളൂ, അത് നേരത്തെ ഇത്രയും ഡെപ്തുള്ള വെള്ളം കിടക്കുന്നൊന്നും ആ കുട്ടി കണ്ടിട്ടില്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പല പല ഇൻസിഡൻറ്റ് എക്സ്പ്ലോറേറ്റീവ് ആകുമ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ ഡേഞ്ചറസ് ഇഫക്റ്റും ഒക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത് കുട്ടികളുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ്. ദാറ്റ് ഈസ് എ ടോട്ടലർ ബിക്കമിങ് explorative, find to discover things, adventurous things, and also they make even adventurous play also. Okay, പിന്നെ basic task is imagination, exploration and learning, and he wants to try ആണ്. he wants to try everything. അതായത് എല്ലാം ചെയ്ത് നോക്കണം എന്നുള്ള ഒരു ആഗ്രഹം കുട്ടിക്ക് കാണും. അങ്ങനെ പലതും ചെയ്ത് നോക്കാൻ അവൻ ശ്രമിക്കും. അങ്ങനെ വരുമ്പം if over restricted or punished, child become fearful, passive and observers and followers എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ നിരുത്സാഹപ്പെടുത്തിയാൽ അല്ലെങ്കിൽ പണിഷ് ചെയ്താൽ ആ കുട്ടി പിൻവലിയും. എങ്ങനെ?
ഒന്നുകിൽ പേടി കൊണ്ടോ അല്ലെങ്കിൽ എന്നെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വഴക്ക് പറയും, എനിക്ക് പണിഷ്മെൻറ്റ് കിട്ടുമെന്നും പറഞ്ഞ് കുട്ടി അങ്ങ് പാസീവ് ആകും, എന്നുവെച്ചാൽ ആക്റ്റീവ് ആകത്തില്ല. പിന്നെ വെറും ഒരു ഒബ്സർവറായിട്ടോ അല്ലെങ്കിൽ ഒരു ഫോളോവറായിട്ടോ ഇരിക്കും. അങ്ങനെ കുട്ടിക്ക് ഒരു ലീഡറാകാനുള്ള ലീഡർഷിപ്പ് കപ്പാസിറ്റിയൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു കാര്യം തുനിഞ്ഞിറങ്ങി ഒരു കാര്യം ചെയ്യണം എന്നുള്ള ആ കുട്ടിയുടെ പ്രത്യേക കഴിവിനെ അതില്ലാതാക്കും. അതുപോലെ തന്നെയല്ല ആ കുട്ടി വെറും ഒരു ഫോളോവറായിട്ടോ ഒബ്സർവറായിട്ടോ ഇരിക്കാൻ മാത്രമേ ഇഷ്ടപ്പെടത്തുള്ളൂ. അപ്പം വേണ്ട രീതിയിൽ കുട്ടിയെ മാനേജ് ചെയ്തില്ലെങ്കിൽ ഈ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് സമയത്ത് കുട്ടിക്ക് ഒത്തിരി നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടാകാം എന്നാണ് ഇതിൽ പറയുന്നത്. ദാറ്റ് ഈസ് ഹി വാണ്ട്സ് ടു ട്രൈ എവറിഥിങ്. ഇഫ് ഓവർ റെസ്ട്രിക്റ്റഡ് ഓർ പണിഷ്ഡ് ഹി ബിക്കംസ് എ വെരി ഫിയർഫുൾ, പാസീവ് ഓർ ബിക്കംസ് ആൻ ഒബ്സർവർ ഓർ എ ഫോളോവർ. മനസ്സിലായോ? അപ്പോൾ അതാണ് സ്റ്റേജ് 3യിലുള്ള. ഇനി അടുത്ത സ്റ്റേജാണ് ലേറ്റൻസി അല്ലെങ്കിൽ സ്കൂൾ ഏജ് എന്ന് പറയും. അതിനകത്ത് ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 6 to 12 ഇയേഴ്സാണ്. 6 to 12 ഇയേഴ്സ് എന്ന് പറയുമ്പം അതിനകത്തുള്ള ബേസിക് കോൺഫ്ലിക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്നുള്ളതാണ് ബേസിക് കോൺഫ്ലിക്റ്റ്. എന്താണ് ഈ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശ്രമശീലം എന്നാണ് അർത്ഥം ഇൻഡസ്ട്രി. ഇൻഫീരിയോറിറ്റി എന്ന് പറഞ്ഞാലോ അപകർഷതാബോധം. ഈ രണ്ട് കാര്യങ്ങളുമാണ് ഈ കുട്ടികൾ മാറി മാറി പ്രവർത്തിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഇവൻ്റ് ഓഫ് ദിസ് ചൈൽഡ് എന്താണെന്ന് ചോദിച്ചാൽ സ്കൂളാണ്. അതായത് 6 വയസ്സാകുമ്പോഴേ നമ്മൾ സ്കൂളിൽ കൊണ്ട് ചേർക്കുമല്ലോ. അന്നേരം സ്കൂളെന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിനാണ് കുട്ടി ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഇവൻ്റ് ആകുന്നു. തന്നെയല്ല അവിടെ ഇമ്പോർട്ടൻ്റ് റിലേഷൻഷിപ്പ് ആരുമായിട്ടായിരിക്കും അപ്പോൾ വരുന്നത്. അവിടെ കൂടുതലും ഫ്രണ്ട്സും ടീച്ചേഴ്സിനെയൊക്കെ അല്ലേ കൂടുതൽ കാണുന്നതും ഇൻട്രാക്ട് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് റിലേഷൻഷിപ്പ് ടീച്ചേഴ്സുമായിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒക്കെ ആയിരിക്കും. മനസ്സിലായോ? പിന്നെ ദിസ് ചൈൽഡ്, അതായത് സ്കൂൾ ഏജ് ചൈൽഡ് ഷുഡ് ലേൺ ടു ഡീൽ വിത്ത് ന്യൂ സ്കിൽ ആൻഡ് ഡെവലപ്പ് എ സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ് ആൻഡ് അക്കംപ്ലിഷ്മെൻറ്റ്. അതായത് സ്കൂളിൽ വെച്ച് പഠിക്കുന്ന സ്കില്ല് ഡെവലപ്പ് ചെയ്യണം, പിന്നെ കളിക്കുന്ന സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. അതുകൂടാതെ നമ്മുടെ അക്കാഡമിക്കായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിന് ചെയ്യാൻ കാണും. പിന്നെ കൾച്ചറൽ കോമ്പറ്റീഷൻ കാണും, പ്ലേ കാണും. ഇതിനകത്തെല്ലാം തന്നെ കുട്ടിക്ക് പരാജയങ്ങൾ ഉണ്ടാകാം. പക്ഷേ വിജയം ഉണ്ടാകുക കഴിഞ്ഞാൽ കുട്ടിക്ക് ഒരു സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റും അക്കംപ്ലിഷ്മെൻറ്റും ഒക്കെ ഉണ്ടാകണം. മനസ്സിലായോ? എപ്പോഴും പുറകോട്ട് നിൽക്കാതെ കുട്ടി മുന്നോട്ട് പോകാൻ വേണ്ടി ഉള്ള സാഹചര്യങ്ങൾ സ്കൂളിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ അത് കുട്ടിയിൽ സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റും അക്കംപ്ലിഷ്മെൻറ്റും ഉണ്ടാകത്തുള്ളൂ. അങ്ങനെയുള്ള കുട്ടികളാണ് കൂടുതൽ അച്ചീവ് ചെയ്യുന്നതും കൂടുതൽ കാര്യങ്ങൾ എത്തിപ്പിടിക്കുന്നതും ഒക്കെ അങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ സ്കൂളിൽ ഈ കുട്ടികളുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യമുണ്ട്. കോമ്പറ്റീഷൻസ് ഉണ്ട്, സ്പോർട്സ് ആൻഡ് ഗെയിംസ് ഉണ്ട്, പിന്നെ നമുക്ക് സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലുണ്ട്, അല്ലെങ്കിൽ സ്കൂൾ ഡേ ഉണ്ട്. അവർക്ക് പാടാനും ആടാനും അവരുടേതായ കഴിവുകൾ പ്രകടിപ്പിക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ അവർ നന്നായിട്ട് പെർഫോം ചെയ്യുവാണെങ്കിൽ അവർക്ക് അവരുടെ സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ് അക്കംപ്ലിഷ്മെൻറ്റും കൂടും. അത് കൂടാനുള്ള സാഹചര്യങ്ങൾ സ്കൂളിൽ ഉണ്ടാകുകയും വേണം. മനസ്സിലായോ? പിന്നെ അതേസമയം ഇതിനകത്ത് സക്സസ്ഫുൾ അല്ല, കുട്ടി ഫെയിലിയറിലാണ് പോകുന്നതെങ്കിൽ ഇറ്റ് ക്യാൻ ക്രിയേറ്റ് എ സെൻസ് ഓഫ് ഇൻഫീരിയോറിറ്റി, ഫെയിലിയർ ആൻഡ് ഇൻകോമ്പിറ്റൻസ്. മനസ്സിലായോ? അപ്പോൾ അതാണ് ആദ്യം നമ്മൾ പറഞ്ഞ ബേസിക് കോൺഫ്ലിക്റ്റ് കുട്ടിയിൽ എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്ന് പറഞ്ഞാൽ പരിശ്രമശീലമുള്ള കുട്ടിയാണെങ്കിൽ അവൻ ഒരിക്കലും ഇൻഫീരിയർ ആകത്തില്ല, അവൻ സുപ്പീരിയർ ആയിട്ട് തന്നെ മുന്നോട്ട് പോകും. പക്ഷേ അതിനുള്ളൊരു ചാൻസ്, ഇൻഡസ്ട്രിക്കുള്ളൊരു ചാൻസ് കിട്ടിയില്ലെങ്കിലാണ് കുട്ടി ഇൻഫീരിയോറിറ്റിയിലേക്ക് പോകുന്നതും കുട്ടിക്ക് ബിഹേവിയർ പ്രോബ്ലം ഉണ്ടാകുന്നതും. അപ്പോൾ അതാണ് ഈ ലേറ്റൻസി പീരീഡ് അല്ലെങ്കിൽ സ്കൂൾ ഏജ് പീരീഡിൽ കുട്ടിയുടെ അബ്നോർമൽ ബിഹേവിയർ എങ്ങനെ ഉണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ. പിന്നെ മേജർ ഇൻഫ്ലുവൻസ് ഈ സ്കൂൾ ആൻഡ് മച്ച് കമ്പാരിസൺ വിത്ത് പിയേഴ്സ്. അതായത് സ്കൂളിൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതേ ഏജ് ഗ്രൂപ്പിൽപ്പെട്ട തരക്കാരായിട്ടുള്ള കുട്ടികളാണുള്ളത്. അപ്പോൾ അവർ ഒരു കുട്ടിയുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനെ അല്ലെങ്കിൽ കുട്ടിയുടെ ബിഹേവിയറിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും. അല്ലേ? കൂട്ടുകാർ പറയുന്നതായിരിക്കും അവർക്ക് വലിയ കാര്യം. മറ്റുള്ള വീട്ടിൽ വന്ന് വീട്ടുകാർ പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ കൂട്ടുകാരോട് കൂട്ടുകൂടാനും അവരുടെ ഒരാളായിട്ട് ആ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ ആലോചിക്കാനും ഒക്കെ കുട്ടികൾ തുടങ്ങുന്നത് ഈ അവസ്ഥയിലാണ്, ലേറ്റൻസി പീരീഡ് അല്ലെങ്കിൽ സ്കൂൾ ഏജ് പീരീഡിലാണ്. അപ്പോൾ ഇനിയും അടുത്ത സ്റ്റേജാണ് അഡോളസൻസ്. അത് സ്റ്റേജ് 5 വരും. ഇതിനകത്ത് ഏതൊക്കെ ഏജ് ഗ്രൂപ്പിലുള്ളവരെ ഉൾപ്പെടുത്തിയേക്കെന്ന് ചോദിച്ചാൽ 12 to 20 ഇയേഴ്സ്. അക്കോർഡിംഗ് ടു എറിക്സൺ, അഡോളസൻസ് ഈസ് ദ പീരീഡ് ബിറ്റ്വീൻ 12 to 20 ഇയേഴ്സ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുന്നോണ്ടേ അവരുടെ ബേസിക് കോൺഫ്ലിക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. പിന്നെ ഇമ്പോർട്ടൻ്റ് എന്താ വെച്ചാൽ ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കുട്ടി ഞാൻ ആരാണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുന്ന സമയമാണ് ഈ ഐഡൻറ്റിറ്റി.
അതെന്താ അങ്ങനെ ആ സമയത്ത് അങ്ങനെ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചാൽ അതുവരെ കുട്ടിയാണ്, ഞാനൊരു ബാലനാണ് അല്ലെങ്കിൽ എന്നുള്ളൊരു ചിന്ത അതിനകത്തുള്ളത്. ഞാൻ വലിയ ആളല്ല, ഞാൻ അഡൾട്ടല്ല, അങ്ങനെ ഒരു സ്റ്റേജാണ്. പക്ഷേ അഡോളസൻസ് എന്ന് പറയുമ്പം 12 വയസ്സ് കഴിഞ്ഞ് കൗമാരപ്രായം കൂടെ ചേർന്ന് 20 വയസ്സ് വരെ പോകുന്ന സ്റ്റേജാണ് അഡോളസൻസ്. അതിനെ ഏർലി അഡോളസൻസ്, മിഡിൽ അഡോളസൻസ്, ലേറ്റ് അഡോളസൻസ് എന്നൊക്കെ ഏജ് വൈസ് തിരിച്ചിട്ടുണ്ട്. എന്നാലും ജനറലി പറയുകയാണെങ്കിൽ അഡോളസൻസ് ഈസ് ദ പീരീഡ് ഫ്രം 12 to 20 years എന്നാണ്. അപ്പോൾ ഈ ഒരു 8 വർഷക്കാലം അതൊരു ട്രാൻസിഷണൽ പീരീഡാണ്. അതായത് പെട്ടെന്ന് ഒരു വർഷം കൊണ്ടൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല ഒരു വ്യക്തിക്ക്, ഒരു കുട്ടിയിൽ നിന്ന് ഒരു അഡൾട്ടായിട്ട്. അപ്പോൾ ഈ 8 വർഷങ്ങളിൽ കൂടെ മുന്നോട്ട് കടന്നു പോകുമ്പോൾ മാത്രമേ ഒരു കുട്ടിയെന്ന് പറയുന്ന ആൾ ഒരു അഡൾട്ട് ആകുന്നുള്ളൂ. മനസ്സിലാകുക? അപ്പോൾ ആ സ്റ്റേജിനാണ് നമ്മൾ ട്രാൻസിഷണൽ പീരീഡ് ഓഫ് അഡോളസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 8 വർഷം ഇങ്ങനെ കടന്നു പോകുമ്പോൾ കുട്ടിക്ക് ഒരു ചിന്തയാണ്, ഞാൻ ആരാണ്, ഞാൻ പഴയ ആൾ, ഞാൻ ബാലനാണോ അതോ ഞാൻ പ്രായപൂർത്തിയായ ഒരാളാണോ, അങ്ങനെയുള്ള ഓരോ സ്റ്റേജിൽ കൂടെയും കുട്ടി മുന്നോട്ട് പോകുമ്പോൾ ഈ കുട്ടിക്ക് ഒരു കൺഫ്യൂഷൻ ആകും. അപ്പം അത് ഹീസ് ട്രൈങ് ടു ഐഡൻറ്റിഫൈ ആൻഡ് ഹീസ് ട്രൈങ് ടു ഹാവിങ് കൺഫ്യൂഷൻ അബൌട്ട് ഹിസ് റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം വരെ ഞാൻ എന്തെങ്കിലും വലിയൊരു ചെയ്യുന്ന ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അമ്മയും അച്ഛനും പറയും, നീ എന്തിനാ അത് ചെയ്യുന്നത്, നീ കുട്ടിയല്ലേ, ഇപ്പോൾ അതൊക്കെ വലിയ ആൾക്കാർ നോക്കിക്കോളും, നീ അതവിടെ വെക്ക് എന്നൊക്കെ പറയും അല്ലേ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്നാൽ കംപ്ലീറ്റ്ലി ഒരു മുതിർന്ന ആളായിട്ട് പ്രവർത്തിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ വീട്ടുകാർ പറയും, നീ എന്തിനാ ഇപ്പോൾ അതൊക്കെ എടുക്കുക, നീ കുട്ടിയല്ലേ, നീ ഇപ്പോൾ അതൊന്നും എടുക്കണ്ട അങ്ങനെ പറയും അല്ലേ. അപ്പോൾ കുട്ടിക്കൊരു കൺഫ്യൂഷനാണ്, ഞാൻ കുട്ടിയാണോ ഞാൻ അഡൾട്ടാണോ എന്നൊരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാകും. അതാണ് പറയുന്നത്. അതുകൊണ്ട് കുട്ടിയുടെ റോൾ എന്താണെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ ചിലപ്പോൾ പറ്റാതെ പോകും. അതാണ് പറയുന്നത് ഇവിടെ ബേസിക് കോൺഫ്ലിക്റ്റ് ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്ന്. ഓക്കെ. അപ്പം ഈ 8 വർഷം അല്ല, ഒരു വർഷം കൊണ്ട് ആണെങ്കിൽ ഈ സംഭവം നടക്കുന്നതെങ്കിൽ പെട്ടെന്ന് കുട്ടി മനസ്സിലാക്കിയാണ്, ഇപ്പം ഇന്നലെ വരെ ഞാൻ കുട്ടിയായിരുന്നു, ഇനി ഞാൻ കുട്ടിയല്ല, എൻ്റെ ജോലി ഇന്നതൊക്കെയാണ് എന്നൊക്കെ ചെയ്യാമായിരുന്നു, മനസ്സിലാവും. പക്ഷേ ഈ 8 വർഷത്തിൽ കൂടെ വേണം ഈ കുട്ടി കടന്നു പോകാൻ. എപ്പോഴാണ് ഈ സഡൻ ചേഞ്ച് വരുന്നതെന്ന് കുട്ടിക്ക് പോലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് അഡോളസൻസ് ഈസ് എ പീരീഡ് ഓഫ് ട്രാൻസിഷൻ വിച്ച് ഗിവ് എ ബേസിക് കോൺഫ്ലിക്റ്റ് ഓഫ് ഐഡൻറ്റിറ്റി ആൻഡ് റോൾ കൺഫ്യൂഷൻ ടു എ ചൈൽഡ്, ടു എ പേഴ്സൺ. ഓക്കെ. പിന്നെ ഇമ്പോർട്ടൻ്റ് ഇവൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഡെവലപ്മെൻറ്റ് ഓഫ് പിയർ റിലേഷൻഷിപ്പ്. അതായത് തരക്കാരുമായിട്ടൊക്കെ കൂട്ടുപിടിച്ച് അവരുടേതായ അഭിപ്രായങ്ങളും ആഗ്രഹങ്ങളും ആശകളും ഒക്കെ മുൻഗണന കൊടുത്ത് മുന്നോട്ട് പോകുന്നൊരു സ്റ്റേജാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ഇവൻ്റ് ഈസ് ഡെവലപ്മെൻറ്റ് ഓഫ് പിയർ റിലേഷൻഷിപ്പ്. തരക്കാരുമായിട്ട് ബന്ധങ്ങൾ പുലർത്താനും അവർ പറയുന്ന പോലെയൊക്കെ കേൾക്കാനും ചെയ്യാനും ഒക്കെ ആയിരിക്കും അവർക്ക് കൂടുതൽ താല്പര്യം. പിന്നെ അത് കഴിഞ്ഞ് ഇമ്പോർട്ടൻ്റ് റിലേഷൻഷിപ്പ് ആരുമായിട്ടാണ്? അതും പിയർ ഗ്രൂപ്പുമായിട്ടാണ്. അച്ഛനും അമ്മയ്ക്കും ഒക്കെ പിന്നെ സെക്കൻഡറി ഇമ്പോർട്ടൻസ് ഈ അഡോളസൻസ് കൊടുക്കത്തുള്ളൂ. അവരെപ്പോഴും പിയർ ഗ്രൂപ്പിനാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ. അവർ പറയുന്നതാണ് അവർക്ക് വേദവാക്യം, അവർ പറയുന്നതിനാണ് അവർ മുൻഗണന എപ്പോഴും കൊടുക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ ചിലപ്പം വീട്ടിൽ വന്ന് അച്ഛനും അമ്മയായിട്ടൊക്കെ വഴക്കുണ്ടാക്കി, എൻ്റെ ഫ്രണ്ടിന് അതുണ്ട് ഇതുണ്ട് എനിക്കും അത് വേണം, അല്ലെങ്കിൽ അയാളുടെ വീട്ടിൽ അങ്ങനെയാണ്, അത് വന്ന് പലപ്പോഴും പല കാര്യങ്ങളും വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ ഈ പിയർ ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടൊക്കെയാണ്. അങ്ങനെ വരുന്നോണ്ടേ കുട്ടി, അപ്പം നമ്മുടെ ആൾക്കാർ പറയുന്നത്, പേരൻസ് പറയുന്നതൊന്നും കുട്ടി കേൾക്കുന്നില്ല. അപ്പം പറയാം അതെന്താ ജനറേഷൻ ഗ്യാപ്പ് കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്. അച്ഛൻ്റെ അമ്മയുടെ ശരിയെന്ന് പറയുന്നതൊന്നും കുട്ടികൾക്ക് ശരിയാകണമെന്നില്ല, അവരത് കേൾക്കത്തില്ല, അവരത് റിജക്റ്റ് ചെയ്യും, അപ്പോൾ വീട്ടിൽ പ്രോബ്ലം ഉണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതുകൊണ്ട് ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഉണ്ടാകാം. ഓക്കെ. എനിവേ അവർ ഇമ്പോർട്ടൻ്റ് റിലേഷൻഷിപ്പ് കൊടുക്കുന്ന പിയറിനാണ്. പിന്നെ ദ ടീനേജർ മസ്റ്റ് അച്ചീവ് എ സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി ഇൻ ഒക്കുപ്പേഷൻ, സെക്സ്, റോൾസ്, പൊളിറ്റിക്സ് ആൻഡ് റിലീജിയൻ. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു ടീനേജർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. സോ ദിസ് മസ്റ്റ് അച്ചീവ് എ സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി ഇൻ ഒക്കുപ്പേഷൻ. ഒരു പക്ഷേ ഒരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഇത് 20 വയസ്സ് വരെ എത്തിയിട്ടുണ്ടല്ലോ, ചിലർക്ക് 17-18 വയസ്സാകുമ്പോഴും ജോലി കിട്ടാം. അപ്പോൾ ഒക്കുപ്പേഷനെ അത് ബാധിക്കാം. പിന്നെ അത് സെക്സ് റോളിനെ ബാധിക്കാം. പിന്നെ പൊളിറ്റിക്സ്, റിലീജിയൻ, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു ടീനേജറിൻ്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ബാധിക്കാം. പിന്നെ മസ്റ്റ് റിസോൾവ് ദെയർ ഐഡൻറ്റിറ്റി. ഫെയിലിയർ ക്യാൻ ലീഡ് ടു റിപ്രഷൻ. അതായത് അവരുടെ സ്വന്തം ഐഡൻറ്റിറ്റി എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ള ചാൻസ് കിട്ടിയില്ലെങ്കിൽ ദിസ് മേ ലീഡ് ടു റിപ്രഷൻ ഇൻ ആൻ ഇൻഡിവിജ്വൽ. അതായത് അയാളുടെ ആഗ്രഹങ്ങളും, അതായത് ആ ഡെവലപ്മെൻറ്റൽ സ്റ്റേജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ ആ വ്യക്തി റിപ്രസ് ചെയ്ത് മനസ്സിൽ വയ്ക്കും.
മനസ്സിലായോ? അത് ലേറ്റർ ഓൺ സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടാക്കാം. കാര്യം റിപ്രസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഒരുപക്ഷെ വീട്ടിൽ അലോ ചെയ്യത്തില്ല, സമ്മതിക്കത്തില്ല. പല പല ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അച്ഛനോടോ അമ്മയോടോ പറയാൻ ഇഷ്ടമില്ലായിരിക്കും, പറയാൻ പേടിയായിരിക്കും, പറഞ്ഞാൽ സാധിച്ചു തരാൻ സാധ്യത കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ അവരുടെ പല പല ജീവിതാഭിലാഷങ്ങളും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സാധിക്കാൻ കഴിയാതെ പോവുക. അങ്ങനെയുള്ളപ്പോഴാണ് അവർ റിപ്രഷൻ റിസോർട്ട് ചെയ്യുന്നത്. അപ്പോൾ റിപ്രഷൻ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഒരു എക്സ്റ്റെൻറ്റ് വരെ അതൊരു മെൻ്റൽ മെക്കാനിസം ആയിട്ടൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഒരു എക്സ്റ്റെൻറ്റിന് അപ്പുറം പോയി കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ലീഡ് ടു സൈക്കോളജിക്കൽ പ്രോബ്ലം ഓർ ബിഹേവിയർ പ്രോബ്ലം ഇൻ ആൻ അഡോളസെൻറ്റ്. ഓക്കെ. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇവർക്ക് മാസീവ് ഫിസിക്കൽ ചേഞ്ചസ് വരുന്ന ഒരു സമയമാണിത്. അതായത് അവർ യഥാർത്ഥത്തിൽ ഒരു കുട്ടി പുരുഷനോ സ്ത്രീയോ എന്നുള്ള ഫിസിക്കൽ ഡെവലപ്മെൻറ്റും മാസ്കുലിൻ ബോഡിലി ഡെവലപ്മെൻറ്റും ഒക്കെ ഉണ്ടാകുന്ന സമയവും ഈ സമയമാണ്. അതുകൊണ്ട് അതും അവർക്ക് ഒത്തിരി സ്ട്രെസ്സ്, ടെൻഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അല്ലെങ്കിൽ അവർക്ക് ഈ കാര്യങ്ങളെപ്പറ്റി നേരത്തെ അവയർനെസ്സും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കിട്ടത്തക്കവണ്ണം അവർക്ക് അവയർനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകണം. അത് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കണം. അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മുതിർന്നവരോ ടീച്ചേഴ്സോ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണം. അതാണ് പറയുന്നത്, മാസീവ് ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ടാകുന്ന സമയത്ത് അവരെ മെൻ്റലി പ്രിപ്പയർഡ് ആക്കണം. അല്ലേ? അവർക്ക് അല്ലെങ്കിൽ തന്നെ ഇപ്പം തന്നെ അറിയാം കുട്ടികളിൽ അത് ഇറ്റ് ഈസ് എ മെനാർക്കി ഉണ്ടാകാം. ആ സമയത്ത് വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ് ലൈക്ക് ദിസ്, അങ്ങനെയുള്ള പിന്നെ കുട്ടികളുടെ ഫിസിക്കൽ അപ്പിയറൻസിനും ഗേൾസിനും ബോയ്സിനും ഒക്കെ വ്യത്യാസമുണ്ട്. അതിനകത്ത് അവർക്ക് പല പല കാര്യങ്ങളിലും ഇൻക്വിസിറ്റീവ്നെസ്സും അറിവില്ലായ്മയും ഒക്കെ ഉണ്ടാകാം. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ അവർക്ക് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. അതൊന്നും ഇല്ലാതിരിക്കുമ്പോഴും അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഓക്കെ. പിന്നെ സെൽഫ് ചോസൺ വാല്യൂസ് ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ വിത്ത് പിയർ ഗ്രൂപ്പ്. അതായത് ഓരോ പിയർ ഗ്രൂപ്പിൽ പെടുമ്പം ഓരോ വ്യക്തിയും ആ ഗ്രൂപ്പിലെ മെമ്പറാകുന്ന ഓരോ വ്യക്തിയും അവരുടേതായ വാല്യൂസും അവരുടേതായ ഐഡൻറ്റിഫിക്കേഷനും ഒക്കെ ഉണ്ടാകും. അതായത് ഓരോ വ്യക്തിയും ആരാണെന്ന് മറ്റൊരാളെ തിരിച്ചറിയത്തക്ക വിധത്തിലുള്ള ക്വാളിറ്റീസും അതുപോലെയുള്ള വാല്യൂസും ഒരു വ്യക്തി കീപ്പപ്പ് ചെയ്യണം. ഓക്കെ. അതാണ് സ്റ്റേജ് 5 അഡോളസൻസ് പീരീഡ് പറയുന്നത്, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അടുത്ത സ്റ്റേജ് 6 ആണ് യങ് അഡൾട്ട്ഹുഡ് എന്ന് പറയും. ഈ യങ് അഡൾട്ട്ഹുഡ് എന്ന് പറഞ്ഞാൽ അഡൾട്ട്ഹുഡ് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായ ആളെന്നാണല്ലോ അർത്ഥം. അത് ഇതിനകത്ത് ഏജ് ഗ്രൂപ്പ് കാണിച്ചേക്കുന്നത് ഇറ്റ് ഈസ് ഏജ് ഗ്രൂപ്പ് ഓഫ് 20 to 40 ഇയേഴ്സിനാണ് യങ് അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത്. അതായത് 20 to 40 ഇയേഴ്സ് നിങ്ങൾ നോക്കി 20 വർഷം അതിനകത്തുണ്ട്. 20ാമത്തെ വയസ്സിൽ തുടങ്ങി 40 വയസ്സ് വരെയുള്ള സമയത്തിനാണ് യങ് അഡൾട്ട്ഹുഡ് എന്ന് എറിക്സൺ പറയുന്നത്. ഓക്കെ. അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ബേസിക് കോൺഫ്ലിക്റ്റ് ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ. പിന്നെ ഇമ്പോർട്ടൻ്റ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ പേരൻറ്റ്ഹുഡാണ്. അതായത് ആ സമയത്താണ് 20 വയസ്സിനും 40 വയസ്സിനും ഇടയ്ക്കുള്ള സമയത്താണ് ആൾക്കാർ കല്യാണം കഴിക്കുന്നതും അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നതും അവർ പേരൻ്റ് ആകുന്നതും ഒക്കെ. അപ്പോൾ അവരുടെ ലൈഫിലെ ഒരു ഇമ്പോർട്ടൻ്റ് ഇവൻ്റ് എന്ന് പറയുമ്പോൾ പേരൻറ്റ്ഹുഡാണ്. അല്ലേ? സാധാരണ നമുക്ക് നോക്കാം, ലേറ്റ് മാരേജ് അല്ലാത്ത ഒരു വ്യക്തി എന്തായാലും 40 വയസ്സിന് മുമ്പേ കല്യാണം കഴിച്ചിരിക്കും. 20 വയസ്സ് കഴിഞ്ഞ് 40 വയസ്സുള്ള സമയത്താണ് എപ്പോഴും കല്യാണം കഴിക്കുന്നതും ഒക്കെ കുഞ്ഞുങ്ങളുണ്ടാകുന്നതും ഒക്കെ ഈ സമയത്ത്. അപ്പോൾ അവർക്ക് അവരുടെ ലൈഫിലെ ഒരു ഇമ്പോർട്ടൻ്റ് ഇവൻ്റാണ് പേരൻറ്റ്ഹുഡ്. മനസ്സിലായോ? പിന്നെ അടുത്തത് അവരുമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് റിലേഷൻഷിപ്പ് ആരുവാണെന്ന് ചോദിച്ചാൽ അവർ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പാർട്ട്ണറുമായിട്ടാകാം, ഫ്രണ്ട്സുമായിട്ടാകാം, അതല്ല അവർക്ക് ലവേഴ്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ടാകാം. അവരുമായിട്ടൊക്കെ ഉള്ളതാണ് അവരുടെ ഇമ്പോർട്ടൻ്റ് റിലേഷൻഷിപ്പ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെയാണ്. പിന്നെ ദേ മസ്റ്റ് ഡെവലപ്പ് ഇമ്പോർട്ടൻ്റ് റിലേഷൻഷിപ്പ് ത്രൂ വർക്ക് ആൻഡ് സോഷ്യൽ ലൈഫ്. അപ്പോൾ ഈ ഒരു 20 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെയുള്ള സമയത്ത് എന്തായാലും അവർക്ക് എന്തെങ്കിലും ജോലിയോ ഒക്കുപ്പേഷനോ ഒക്കെ ഉണ്ടാകാം. പഠിത്തം കഴിഞ്ഞിരിക്കാം, പഠിത്തം കഴിഞ്ഞിട്ട് അവർക്ക് ഏണിംഗ് മെമ്പർ ആകാം, ജോലി ഉണ്ടാകാം. അങ്ങനെ വരുന്നുണ്ടേ ഹീ ഷുഡ് ഡെവലപ്പ് ഇമ്പോർട്ടൻ്റ് റിലേഷൻഷിപ്പ് ത്രൂ വർക്ക് ആൻഡ് സോഷ്യൽ ലൈഫ്. അതിനകത്ത് ഫെയിലിയർ ഉണ്ടായാൽ ഇറ്റ് ക്യാൻ ലീഡ് ടു പ്രോമിസ്ക്യൂറ്റി, ഇൻക്ലൂസിവിറ്റി ആൻഡ് ഐസൊലേഷൻ. ഈ പ്രോമിസ്ക്യൂറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നേരായ വഴിയിൽ കൂടെ അല്ലാതെ വഴിതെറ്റി പോവുക എന്നൊക്കെയാണ്. പഠിച്ച് നേരായ വഴിയിലൊക്കെ സമയമായപ്പോഴത്തേക്ക് പഠിത്തം എല്ലാം കഴിഞ്ഞു, കല്യാണം എല്ലാം കഴിച്ചു, അല്ലെങ്കിൽ ഇന്ന് പഠിത്തം കഴിഞ്ഞു നല്ല ജോലി കിട്ട് യൂഷ്വൽ ട്രാക്കിലൂടെ അങ്ങ് പോയാൽ പ്രശ്നമില്ല. അല്ലെങ്കിലാണ് ഈ പ്രോമിസ്ക്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താളക്രമം ഇല്ലാതെ പോവുക, അല്ലെങ്കിൽ ഒരു നോർമലിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ അക്സെപ്റ്റബിൾ അല്ലാത്ത ചില എൻവയൺമെൻറ്റിലോ റിലേഷൻഷിപ്പിലോ ഒക്കെ ചെന്ന് പെടുക. വേണമെങ്കിൽ കുറ്റകൃത്യങ്ങൾ കാണിക്കാം. റൈറ്റ് വേയിൽ കൂടെ അല്ല പൈസ സമ്പാദിക്കുന്നത്, ചിലപ്പോൾ റോങ് വേയിൽ കൂടെ സമ്പാദിക്കാം. അവർക്ക് ജീവിക്കണമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴേ അതിന് പ്രോമിസ്ക്യൂറ്റി എന്ന് പറയുന്നത്. പിന്നെ എക്സ്ക്ലൂസിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഗ്രൂപ്പിലൊന്നും പെടാതെ മാറി നടക്കുക.
കാരണം അയാൾക്ക് ഒരു കുറ്റബോധം കാണും, ഞാൻ നോർമൽ വേ കൂടെ അല്ല പോകുന്നത്, എൻ്റെ വഴി ശരിയല്ല എന്ന് സ്വന്തമായിട്ട് തന്നെ ഒരു തോന്നൽ വന്നാൽ അയാൾ എല്ലാവരിൽ നിന്നും പിന്മാറാനും ഐസൊലേറ്റഡ് ആകാനും എക്സ്ക്ലൂസീവ് ആകാനും ഒക്കെ ശ്രമിക്കും. മനസ്സിലായോ? പിന്നെ അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് തിങ്ങാണ് എബിലിറ്റി ടു ഷെയർ ഈസ് എ ഹാൾമാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എബിലിറ്റി ടു ഷെയർ എന്ന് പറഞ്ഞാൽ എന്തും മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുക എന്നാണ് നമ്മൾ ഷെയർ എന്ന് പറഞ്ഞാൽ. ഈ ഷെയറിങ് എന്തിനാണ്? അതായത് കഷ്ടം അനുഭവിക്കുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും നമ്മുടെ ഹെൽപ്പ് വേണമെന്ന് തോന്നിയാൽ അവരെ പോയി ഹെൽപ്പ് ചെയ്യുക. അത് മെറ്റീരിയലായിട്ടോ അല്ലെങ്കിൽ വൈകാരികമായിട്ടോ അല്ലാതെയോ ഒക്കെ ഹെൽപ്പ് പലതരത്തിലാകാം. അപ്പോൾ അങ്ങനെ വരുന്നോണ്ടേ ഈ പറയുന്ന സ്റ്റേജിൽ ഷെയറിങ് ഒരു ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ആണ്. അതായത് ദ എബിലിറ്റി ടു ഷെയർ വിത്ത് ആൻഡ് ഗിവ് ടു അനദർ പേഴ്സൺ വിതൗട്ട് സാക്രിഫൈസിങ് വൺസ് ഓൺ ഐഡൻറ്റിറ്റി. അതായത് സ്വന്തം ഐഡൻറ്റിറ്റി ബലി അർപ്പിക്കാതെ വേണം മറ്റുള്ളവർക്ക് ഹെൽപ്പ് കൊടുക്കാൻ. മനസ്സിലായോ? അതുകൊണ്ടാണ് പറഞ്ഞത് എബിലിറ്റി ടു ഷെയർ വിത്ത് ആൻഡ് ടു ഗീവ് ദ അതർ പേഴ്സൺ വിതൗട്ട് സാക്രിഫൈസിങ് വൺസ് ഓൺ ഐഡൻറ്റിറ്റി. നമ്മൾ വേറൊരാൾക്ക് കീഴ്പ്പെടാൻ പാടില്ല. നമ്മളായതുകൊണ്ട് ആ വ്യക്തി ആയിക്കൊണ്ട് തന്നെ മറ്റുള്ളവരെ സഹായിക്കണം. അല്ലാതെ നമ്മുടെ സാക്രിഫൈസ് ചെയ്തല്ല വേറൊരാളെ സഹായിക്കേണ്ടത്. അതാണ് ഇത് പറയുന്നത്. ഓക്കെ. പിന്നെ വേറെ ഇമ്പോർട്ടൻറ്റ് ഈ സമയത്ത് മേജർ ഇഷ്യൂസൊക്കെ ഉണ്ടാകാം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇഷ്യൂസ് റിഗാർഡിങ് ലവ് ആൻഡ് വർക്ക്. അതായത് ഏത് ഒരാളുമായിട്ട് സ്നേഹബന്ധത്തിൽ ഏർപ്പെടുത്താൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ, അതല്ലെങ്കിൽ അവിടെ ബ്രേക്കിംഗ് എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യണമെങ്കിൽ ഇഷ്ടമുള്ള വർക്ക് കിട്ടുന്നുണ്ടോ. ചിലപ്പം പഠിച്ചതിനനുസൃതമായിട്ടുള്ളൊരു എല്ലാവർക്കും ഒരു ജോലി കിട്ടുന്നത്, അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാകാം, അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാകാം. പിന്നെ മെയ്റ്റ് സെലക്ഷൻ. അതായത് ഈ പറയുന്ന സമയം എന്ന് പറഞ്ഞാൽ 20 to 40 years ആണെന്ന് പറഞ്ഞു. ആ സമയത്താണ് കല്യാണമൊക്കെ നടക്കേണ്ടത്. അപ്പം ഒരു ലൈഫ് പാർട്ട്ണറിനെ അല്ലെങ്കിൽ മെയ്റ്റിനെ വേണം. അതിൻ്റെ സെലക്ഷൻ അത് ഒരു പക്ഷേ പ്ലാൻഡ് ആകാം, അല്ലെങ്കിൽ വീട്ടുകാർ തമ്മിൽ കണ്ടുപിടിച്ച് നടത്തി കൊടുക്കുന്ന ആൾ, അല്ലെങ്കിൽ സെൽഫ് സെലക്ഷൻ ആകാം. എന്തു തന്നെ ആയാലും ഈ മെയ്റ്റ് സെലക്ഷൻ എന്ന് പറയുന്ന സംഭവം നടക്കുന്നത് ഈ പറയുന്ന യങ് അഡൾട്ട്ഹുഡ് സ്റ്റേജിലാണ്. മനസ്സിലായി? ലവ് മാരേജ് ആകാം, അല്ലെങ്കിൽ അറേഞ്ച്ഡ് മാരേജ് ആകാം, അല്ലെങ്കിൽ ഒളിച്ചോട്ടമാകാം, എങ്ങനെയും ആകാം. എന്താണേലും ഒരു മെയ്റ്റിനെ സെലക്ട് ചെയ്യുന്നത് ഈ പറയുന്ന സ്റ്റേജിലാണ്. ദാറ്റ് ഈസ് ദ ഏജ് ബിറ്റ്വീൻ 20 to 40 years. പിന്നെ കരിയർ ചോയ്സ്, ഏത് ജോലി തിരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കുന്നതും ഒരു ജോലിയോട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതും ഒക്കെയും ഈ സമയത്താണ്. ഓക്കെ. പിന്നെ ഈ വ്യക്തികൾക്കുള്ളൊരു അനദർ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ദേ കൺസിഡേർഡ് സെക്സ് ആസ് എ പാർട്ട് ഓഫ് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്, നോട്ട് പ്യുവർലി എ റിപ്രൊഡക്റ്റീവ് ആക്ട്. അതായത് ലൈംഗികത എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മറ്റൊരു വ്യക്തിയുമായിട്ടുള്ള ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിൻ്റെ ഭാഗമാകണം. അല്ലാതെ അതൊരു ജസ്റ്റ് ഒരു പ്യുവർലി റിപ്രൊഡക്റ്റീവ് പ്രക്രിയ ആകരുത് എന്നാണ് ഈ പറയുന്ന യങ് അഡൾട്ട് കൺസിഡർ ചെയ്യുന്നതെന്നാണ് എറിക്സൺ പറയുന്നത്. ഓക്കെ. അങ്ങനെ അല്ലാതെ പല കാര്യങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ഇത് മോറലി പറഞ്ഞാൽ ഇങ്ങനെയാണ്, എറിക്സൺ പറയുന്നതും അങ്ങനെയാണ്. പക്ഷേ അങ്ങനെയല്ലല്ലോ എപ്പോഴും സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ അതാണ് സ്റ്റേജ് 6 യങ് അഡൾട്ടിൻ്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. ഇനിയും സ്റ്റേജ് 7 ആണ് മിഡിൽ അഡൾട്ട്ഹുഡ്. ഈ മിഡിൽ അഡൾട്ട്ഹുഡ് എന്ന് പറയുമ്പോൾ അവർ 40 തൊട്ട് 65 years വരെ പ്രായമുള്ളവരാണ്. മനസ്സിലായല്ലോ? അതായത് സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലിപ്പോൾ സീനിയർ സിറ്റിസൺ 60 വയസ്സിന് മേളിലുള്ളവരാണ്. പക്ഷേ ഇത് സീനിയർ സിറ്റിസണിൻ്റെ കുറച്ച് പേരും കൂടി ഇതിനകത്ത് വരും. ഏജ് ഫ്രം 40 to 60 years ആണ്. അവരുടെ ബേസിക് കോൺഫ്ലിക്റ്റ് എന്താണെന്ന് വെച്ചാൽ ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അവർക്ക് അവരുടെ ലൈഫിൻ്റെ ഒരു മുഖ്യ ഭാഗങ്ങളും കഴിഞ്ഞു പോയി. നന്നായി പഠിച്ചിട്ടുണ്ടാകാം, നല്ല എൻവയൺമെൻറ്റിൽ വളർന്നവരാകാം, അതെങ്ങനെയും ആയിക്കട്ടെ, നല്ലതോ ചീത്തയോ എങ്ങനെ ആയാലും അവർ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് അവർ അഡൾട്ട്ഹുഡിൽ വന്നു, അവർക്ക് ജോലിയായി, അല്ലെങ്കിൽ അവരുടെ പഠിത്തം കഴിഞ്ഞു, ജോലിയായി, കല്യാണം കഴിച്ചു, പാർട്ട്ണറെ സെലക്ട് ചെയ്തു, അവർക്ക് കുട്ടികളായി. അത് കഴിഞ്ഞ് അവരുടെയും കുട്ടികളാകുന്ന സ്റ്റേജ് ആയിരിക്കാം ഇത്. ഒരുപക്ഷെ 65 കൂടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഇമ്പോർട്ടൻറ്റ് ഇവൻ്റ് എന്താണെന്ന് വെച്ചാൽ പേരൻറ്റിങ് ആണ്. പേരൻറ്റിങ് എന്ന് പറഞ്ഞാൽ അവർക്ക് മക്കളും ഉണ്ടാകാം, ചിലപ്പം ചെറുമക്കളും ഉണ്ടാകാം. അപ്പോൾ പേരൻറ്റിങ് എന്നുള്ള അതാണ് അവരുടെ ഇമ്പോർട്ടൻറ്റ് ഇവൻ്റ് ഇൻ ദിസ് സ്റ്റേജ്. ഓക്കെ. പിന്നെ ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പ് ആരുമായിട്ടാണ് ഈസ് വിത്ത് ചിൽഡ്രൻ ആൻഡ് കമ്മ്യൂണിറ്റി. അതായത് അവർക്ക് കൂടുതലും കുട്ടികളോടും കമ്മ്യൂണിറ്റിയോടും ഒക്കെ ആയിരിക്കാം കൂടുതൽ താല്പര്യം. കാരണം അവരവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻറ്റ് പല കാര്യങ്ങളും ചെയ്ത് തീർത്തവരാണ്. ചിലപ്പോൾ അവർ റിട്ടയർമെൻറ്റ് കഴിഞ്ഞവരാണ്. 65 years ആയില്ലേ, തീർച്ചയായിട്ടും റിട്ടയർഡ് പേഴ്സണാണ്.
ബട്ട് സ്റ്റിൽ ദേ ആർ ഹെയിൽ ആൻഡ് ഹെൽത്തി. അങ്ങനെ വരുമ്പോൾ വീട്ടിൽ ഒരുപാട് മക്കളും അവരുടെ കൊച്ചുമക്കളും ഒക്കെ ഉണ്ടാവും. അവർക്ക് ഈ മുത്തച്ഛൻ എന്നുള്ള നിലയിലും പല പല കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റും. പിന്നെ കമ്മ്യൂണിറ്റിയിൽ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാണ് അദ്ദേഹം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ജീവിതാനുഭവങ്ങളുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് പലതും കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്യാൻ കാണും. അപ്പോൾ അങ്ങനെ ഒരു പേഴ്സണെ റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് വിത്ത് ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പ് ഈസ് വിത്ത് ചിൽഡ്രൻ ആൻഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പിന്നെ ദേ ഹാവ് ആൻ ഐഡിയ ടു സാറ്റിസ്ഫൈ ആൻഡ് സപ്പോർട്ട് നെക്സ്റ്റ് ജനറേഷൻ. അതായത് അവരുടെ നല്ലൊരു കാലം കഴിഞ്ഞു പോയി, പിന്നെ അവർക്ക് മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ വെൽഫെയറിനെ പറ്റിയും ആയിരിക്കും അവർക്ക് കൂടുതൽ കൺസേൺ കാണും. ദാറ്റ് ഈസ് ദ ഐഡിയ ടു സാറ്റിസ്ഫൈ ആൻഡ് സപ്പോർട്ട് നെക്സ്റ്റ് ജനറേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതായത് നല്ല പ്രായമായി വരുമ്പോൾ അച്ഛനും അമ്മയ്ക്കും കൂടുതൽ കൺസേൺ അടുത്ത ജനറേഷനെ എങ്ങനെ സെറ്റിലാക്കണം, അല്ലെങ്കിൽ അവർക്ക് എന്ത് സപ്പോർട്ട് കൊടുക്കണം, അവരുടെ എങ്ങനെ പഠിപ്പിച്ച് ഒരു നിലയിൽ എത്തിക്കണം എന്നൊക്കെയാണ്. അല്ലേ? നമ്മളിപ്പം കുറേ നാൾ കാണാതിരുന്ന രണ്ടാൾക്കാർ തമ്മിൽ കണ്ടെന്നിരിക്കട്ടെ, അവർ ഈ ഏജ് ഗ്രൂപ്പിലുള്ളവരാണ്. അവരാദ്യം ചോദിക്കുന്ന ക്ഷേമങ്ങളൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിയ മക്കളൊക്കെ പഠിത്തം എവിടെ വരെയായി, എത്ര പേരുണ്ട്, ആണാണോ പെണ്ണാണോ, കല്യാണമൊക്കെ കഴിഞ്ഞു, അവരെവിടെയൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എപ്പോഴും ആൾക്കാർ സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ്? കാരണം ആ ഒരു പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിൽ ചെന്നാൽ അവർക്ക് കൂടുതൽ അറിയാനുള്ളതും അറിയിക്കാനുള്ളതും നെക്സ്റ്റ് ജനറേഷൻ എവിടെ വരെ എത്തി, അവരെത്രമാത്രം സക്സസ്ഫുള്ളായി ആ കാര്യത്തിൽ നിന്നാണ് അവരറിയേണ്ടത്. അതുകൊണ്ടാണ് അവരങ്ങനെയുള്ള ലോഹ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്നത്. പിന്നെ ഫെയിലിയർ ടു റിസോൾവ് ലീഡ് ടു റിജക്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവർക്ക് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അവർക്ക് എപ്പോഴും മനസ്സിനൊരു വിഷമമായിരിക്കും. എന്നെ ആരും സമൂഹം അംഗീകരിക്കത്തില്ല, ഞാനൊന്നും എൻ്റെ ജീവിതത്തിൽ യൂസ്ഫുള്ളായിട്ടൊന്നും ചെയ്തില്ല, ഞാൻ ആർക്കും ഒരു സഹായം ചെയ്തു കൊടുത്തില്ല, ഞാനൊരു യൂസ്ഫുൾ മെമ്പർ അല്ലായിരുന്നു എൻ്റെ വീട്ടുകാർക്കും എൻ്റെ സൊസൈറ്റിക്കും എന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നിയാൽ അതാണ് റിജക്റ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ ഉണ്ടാക്കും. അതാണ് സ്റ്റേജ് 7 അല്ലെങ്കിൽ മിഡിൽ അഡൽട്ടിലുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്തത് സ്റ്റേജ് 8 ആണ്. ദാറ്റ് ഈസ് കോൾഡ് ഓൾഡർ അഡൽട്ട്ഹുഡ്. അത് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജാണ്. ആ ഏജ് ഗ്രൂപ്പിലുള്ള ആരൊക്കെയാണെന്ന് 65 തൊട്ട് മരിക്കുന്നിടം വരെയുള്ള ആൾക്കാർ ഈ ഏജ് ഗ്രൂപ്പിലാണ്. മനസ്സിലായോ? അവരുടെ ബേസിക് കോൺഫ്ലിക്റ്റ് ഈഗോ, ഇൻറ്റഗ്രിറ്റി ആൻഡ് ഡെസ്പെയർ. ഈഗോ ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആത്മാഭിമാനം. പല പല കാര്യങ്ങൾ ഞാൻ ചെയ്തു, എൻ്റെ ഇത്രയും നാളത്തെ ജീവിതം കൊണ്ട് ഞാൻ പലർക്കും പല പ്രയോജനങ്ങളും ചെയ്തു, ഞാൻ ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു, ഞാൻ ഒത്തിരി കാര്യങ്ങൾ എത്തിപ്പറ്റി, എൻ്റെ മക്കളെയൊക്കെ ഒരു നിലയിലാക്കി, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഏൺ ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ള മനസ്സിനൊരു തോന്നലുണ്ടാകുന്നതിനാണ് പറയുന്നത് ഈഗോ ഇൻറ്റഗ്രിറ്റി. അതേസമയം അതിന് ഓപ്പോസിറ്റായിട്ടുള്ള കാര്യമാണ് ഡെസ്പയർ എന്ന് പറഞ്ഞാൽ ഇതൊന്നും നേടാൻ പറ്റാത്ത ഒരാളിന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ളൊരു ഫീലിംഗാണ് തോന്നുന്നത്. അതിന് പറയും ഡെസ്പയർ എന്ന്. അപ്പം അഡ്ജസ്റ്റ് ചെയ്ത് കോപ്പ് ചെയ്ത് പോയ ഈ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഈഗോ ഇൻറ്റഗ്രിറ്റി എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതിന് കഴിയാതെ പോയ ആൾക്കാർ ഡെസ്പെയർ ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം ഇമ്പോർട്ടൻ്റ് ഇവൻ്റ് എന്താണെന്ന് വെച്ചാൽ റിഫ്ലക്ഷൻ ഓൺ ആൻഡ് അക്സെപ്റ്റൻസ് ഓഫ് ഇൻഡിവിജ്വൽസ് ലൈഫ്. അതായത് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇവെന്ന് വെച്ചാൽ ഇത്രയും പ്രായമായ ആൾക്കാരെയൊക്കെ സമൂഹം അംഗീകരിക്കും. അത് അവരുടെ തന്നെ നേടിയെടുത്ത കാര്യങ്ങളാണ്. അവരെന്തെല്ലാം ജീവിതത്തിൽ നേടി, എന്തെല്ലാം അവർ സമ്പാദിച്ചു, എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് പോസിറ്റീവായിട്ട് ലൈഫിലുണ്ടായി ഇത്രയും നാളുകൊണ്ട്, അതിന് പറയുന്ന പേരാണ് റിഫ്ലക്ഷൻ ഓൺ ആൻഡ് അക്സെപ്റ്റൻസ് ഓഫ് ഇൻഡിവിജ്വൽസ് ലൈഫ്. അതായത് മറ്റുള്ളവർ അദ്ദേഹത്തെ അംഗീകരിക്കും, അത് ഒരു റോൾ മോഡലാക്കണമെന്നുള്ള കണ്ടുപിടിക്കണം എന്നുള്ള തോന്നൽ മറ്റുള്ളവർക്കുണ്ടാകും. പിന്നെ ഈ വ്യക്തിക്ക് തന്നെ ഒരിക്കലും സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഞാൻ ഒരിക്കലും എൻ്റെ ലൈഫ് മോശമായിട്ടല്ല മുന്നോട്ട് കൊണ്ടുപോയത്, ഞാൻ ഇത്രയും കാര്യങ്ങൾ ഏൺ ചെയ്തു, സമൂഹം എന്നെ അംഗീകരിക്കുന്നു, എന്നെ ആദരിക്കുന്നു എന്നൊക്കെയുള്ള തോന്നൽ അദ്ദേഹത്തിനുണ്ടാകാം. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഈഗോ ഇൻറ്റഗ്രിറ്റി. ഇതൊന്നും നേടിയെടുക്കാൻ കഴിയാത്ത ആൾക്കാരാണ് ഡെസ്പെയർ സ്റ്റേജിലോട്ട് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബൈപ്പോളാർ ഇമോഷനാണ് ഉണ്ടാകുന്നത്. നേടിയെടുക്കുന്നവർക്ക് ഒരു ഇമോഷനും നേടിയെടുക്കാത്തവർക്ക് വേറൊരു ഇമോഷനും. മനസ്സിലായി? അപ്പോൾ ഇതിനകത്ത് ഇൻറ്റഗ്രിറ്റിയും ആൻഡ് ഡെസ്പെയറും ഉള്ളത്. പിന്നെ ഫെയിലിയർ ടു റിസോൾവ് ക്യാൻ ലീഡ് ടു ഫീലിംഗ് ഓഫ് ഡിസ്ഡെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതൊന്നും ഈ ഒരു ഫീലിംഗ് നേടിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാനൊരു പ്രയോജനമില്ലാത്ത ആളായി പോയി എന്നൊരു ചിന്തയൊക്കെ പേഷ്യൻറ്റിന് തോന്നാം. ഓക്കെ, അപ്പോൾ അതാണ് സ്റ്റേജ് ഓഫ് 8 അക്കോർഡിംഗ് ടു എറിക് റിസൺ, വിച്ച് ഈസ് നോൺ ആസ് ഓൾഡർ അഡൽട്ട്ഹുഡ്. അപ്പം ഇത്രയും ഒരു വ്യക്തി ജനിച്ചപ്പോൾ തൊട്ട്, ഹ്യൂമൻ ബീയിങ് ജനിച്ചപ്പോൾ തൊട്ട് അവസാനം എത്തുന്ന സമയം വരെയുള്ള നമ്മൾ സ്റ്റേജസ്, ഈ 8 സ്റ്റേജിൽ കൂടെ ആൾക്കാർ കടന്നുപോയി. ആ 8 സ്റ്റേജ് എന്ന് പറയുമ്പം ഫ്രം ഇൻഫൻസി ടു ഓൾഡർ അഡൽട്ട്ഹുഡ് ആണ്. സ്റ്റാർട്ടിങ് ഫ്രം ദ ഡേ ഓഫ് ബർത്ത് ഓൺവേർഡ്സ് ടിൽ ദ ഡേ ഓഫ് ഡെത്ത്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് 8 സ്റ്റേജ് കടന്നു പോകുന്ന സ്റ്റേജിനെയാണ് സ്റ്റേജസ് ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻ്റ് എന്ന് എറിക്സൺ പേരിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തിയറി പ്രകാരം
ഓരോ വ്യക്തിയും ഏത് ഏജ് ഗ്രൂപ്പിലാണ് ഓരോ സ്റ്റേജിലെന്നും അവരെന്ത് കോൺഫ്ലിക്റ്റാണ് അനുഭവിക്കുന്നതെങ്കിൽ അവരെന്തൊക്കെ കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു, എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അക്കമിട്ട് ഇതിനകത്ത് പറഞ്ഞു. ഇത് വളരെ ബ്രീഫായിട്ടുള്ള, ഇത് മിക്ക പുസ്തകങ്ങളിലും ഒരുപാട് ബുക്ക് റെഫർ ചെയ്തിട്ടാണ് ഇത്ര ഷോർട്ടായിട്ടും ബ്രീഫായിട്ടും ഓരോ സ്റ്റേജിൻ്റെയും ഡിസ്ക്രിപ്ഷനൊക്കെ കിട്ടിയത്. മനസ്സിലായോ? അല്ലെങ്കിൽ പേജസ് ആഫ്റ്റർ പേജസ് ഒക്കെ ബുക്കിലുണ്ട്, പക്ഷെ നമുക്ക് എല്ലാം കൂടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഓർത്തിരിക്കാനൊന്നും പറ്റത്തില്ല. ഇത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്, എസൻസ് മാത്രമേ ഈ ഓരോ സ്റ്റേജും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇത് പഠിക്കാൻ എളുപ്പമാണ്. ഇത് നിങ്ങളിപ്പോൾ എന്തിനാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, സൈക്യാട്രിയിൽ വരുമ്പോൾ ഇങ്ങനെയുള്ള നമ്മളൊക്കെ ഒരു പേഷ്യൻറ്റിനെ കിട്ടുമ്പോൾ നമ്മൾ ഹിസ്റ്ററി കളക്ട് ചെയ്യുമ്പോൾ, നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, അതായത് ഏർലി ലൈഫിലെ ബാഡ് എക്സ്പീരിയൻസ് ലേറ്റർ ലൈഫിൽ വരുമ്പം ബിഹേവിയർ പ്രോബ്ലം ഉണ്ടാക്കാമെന്ന് ഒരിടത്ത് പറഞ്ഞു. അപ്പം നമ്മൾ ബിഹേവിയർ പ്രോബ്ലം ഉള്ള ഒരു പേഷ്യൻറ്റിനെ നമുക്ക് കിട്ടിയെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാനസിക രോഗിയെ നമുക്ക് കിട്ടിയെങ്കിൽ, നമ്മളപ്പോൾ ഹിസ്റ്ററി കളക്ട് ചെയ്യുമ്പോൾ നോക്കണം ഈ പേഷ്യൻറ്റിന് ഇപ്പോൾ ഇങ്ങനെ വരാൻ വേണ്ടി അയാളുടെ ചൈൽഡ്ഹുഡ് ഹിസ്റ്ററി കളക്ട് ചെയ്യണം, അല്ലേ? അല്ലെങ്കിൽ അഡോളസൻസ് ഹിസ്റ്ററി പുറകോട്ട് ഹിസ്റ്ററി കളക്ട് ചെയ്യുമ്പോൾ അയാളുടെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ, അതാണോ ഈ ഇതിന് കാരണം എന്ന് നമ്മൾക്ക് ചിന്തിക്കണമെങ്കിലോ മനസ്സിലാക്കണമെങ്കിലോ ഈ പറയുന്ന സ്റ്റേജസ്, ഡിഫറെൻറ്റ് സ്റ്റേജസും അതിൻ്റെ ഇൻവോൾവ്മെൻറ്റും അതിൻ്റെ ഇൻഫ്ലുവൻസും ഒരു വ്യക്തിയുടെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ എത്രമാത്രം ഇൻഫ്ലുവൻസ് പെടുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായില്ല. പിന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അയാൾ ഏർലി സ്റ്റേജിൽ നന്നായിട്ട് സക്സസ്ഫുള്ളായിട്ടാണ് ഒരു കാര്യത്തെ കോപ്പി ചെയ്തതെന്നും ഒരു പ്രശ്നം പരിഹരിച്ചതെന്നും അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ ഫേസ് ചെയ്തതെന്നും അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ലേറ്റർ ഓണും അങ്ങനെയുള്ള അനുഭവത്തിൽ നിന്ന് അയാൾക്ക് കുറേ കൂടെ ബെറ്റർ പെർഫോമൻസ് കാണിക്കാൻ പറ്റുമെന്നും ഒക്കെ നമ്മളിതിൽ പഠിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള അവയർനെസ് നമുക്ക് ഈ തിയറിയെ പറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അവയർനെസ് ഉള്ളവർക്ക് സൈക്യാട്രിക് പേഷ്യൻറ്റിന് കെയർ കൊടുക്കുമ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും നമ്മുടെ കെയറിങ് പേഷ്യൻറ്റിന് കിട്ടുന്ന കെയർ ഇഫക്റ്റീവ് ആക്കാനും പറ്റും. കാരണം നമ്മൾ അസസ് ചെയ്യുമ്പോൾ മാത്രമല്ലേ പേഷ്യൻറ്റിന് എന്താ പ്രശ്നമെന്ന് മനസ്സിലാകത്തുള്ളൂ. ഈ അസസ് ചെയ്യണമെങ്കിൽ ഹിസ്റ്ററി എടുക്കണം, അല്ലെങ്കിൽ പേഷ്യൻറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പഴയ ഹിസ്റ്ററികളൊക്കെ ചോദിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ നല്ല IPR ഡെവലപ്പ് ചെയ്യണം. അതിന് ഇന്നലത്തെ തിയറിയിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഇൻ്റർപേഴ്സണൽ തിയറി പഠിച്ചപ്പോൾ നല്ല IPR ഡെവലപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ തിയറിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഈ തിയറിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ പേഷ്യൻ്റെ മനസ്സെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് സൈക്കോ അനലറ്റിക് തിയറിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ പ്രോബ്ലം മനസ്സിലാക്കുന്നത്. അങ്ങനെ പ്രോബ്ലം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് എന്താണ്, നേഴ്സിംഗ് പ്രോസസ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നേഴ്സിംഗ് പ്രോസസ്സ് പ്രോപ്പർലി ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രമേ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, അതായത് പ്രോസസ്സിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇംപ്ലിമെൻറ്റേഷനും ഇൻ്റർപ്രിറ്റേഷനും സയൻറ്റിഫിക് റാഷണലും ഒക്കെ വെച്ച് നമ്മൾ മുന്നോട്ട് പോയിട്ട് അവസാനം പേഷ്യൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതോടെ നോക്കാം. അതായത് നേഴ്സിംഗ് ഇംപ്ലിക്കേഷൻ എങ്ങനെയാണ് ഈ തിയറിക്ക്. അതായത് ഇറ്റ് ഹെൽപ്സ് ഇൻ അനലൈസിങ് പേഷ്യൻസ് സിംറ്റമാറ്റിക് ബിഹേവിയർ. പേഷ്യൻ്റ് എങ്ങനെ അബ്നോർമൽ ബിഹേവിയർ കാണിക്കുന്നു, അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. പിന്നെ ഹെൽപ്സ് ടു അസസ് ദ പേഷ്യൻ്റ് ടു എമർജ് ഫ്രം ക്രൈസിസ്. അതായത് നമ്മൾ ക്രൈസിസിനെ പറ്റി പറഞ്ഞല്ലോ. ആ ക്രൈസിസ് എന്ന് പറയുന്ന എറിക് എറിക്സൺ എന്താണ് ക്രൈസിസ് എന്ന് അവിടെ ഡിഫൈൻ ചെയ്തു. സാധാരണ നമ്മൾ പറയുന്ന ക്രൈസിസ് ഒന്നും അല്ലത്, മാനസികമായ പ്രശ്നങ്ങളുണ്ടാകുന്ന ഒരു അവസ്ഥയ്ക്കാണ് നമ്മളിവിടെ ക്രൈസിസ് എന്ന് പറയുന്നത്. ആ ക്രൈസിസിൽ 2 അവസ്ഥകളുണ്ട്. ബൈപോളാർ, ഒരു പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള 2 അവസ്ഥകളിൽ കൂടിയാണ് ആ ഒരു സ്റ്റേജിൽ പേഷ്യൻ്റ് നിൽക്കുന്നത്. അപ്പോൾ ഏത് തിരഞ്ഞെടുക്കണമെന്ന് പേഷ്യൻ്റ് തീരുമാനിക്കണമെങ്കിൽ അയാൾക്ക് ശരിക്കും കോപ്പപ്പ് ചെയ്യാനും അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാനും കഴിയണം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനും കോപ്പപ്പ് ചെയ്യാനും കഴിഞ്ഞ് പോസിറ്റീവ് വേയിലോട്ട് പോകാം, അല്ലെങ്കിൽ ആ പേഷ്യൻ്റ് ഡെഫിനറ്റ്ലി നെഗറ്റീവ് വേയിലോട്ട് പോകും. അപ്പോഴാണ് നമ്മൾ പറയുന്നത് അതൊരു സൈക്യാട്രിക് പേഷ്യൻ്റാണ് അല്ലെങ്കിൽ മാനസിക രോഗിയാണെന്ന്. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് പറയുന്നത്, ഹെൽപ്പ് ടു അസസ് ദ പേഷ്യൻ്റ് എമർജ് ഫ്രം ക്രൈസിസ്, ദെൻ ഗിവ്സ് ഓപ്പർച്യൂണിറ്റി ടു റീവർക്ക് കേസ് ഓഫ് ഫോൾട്ടി റെസൊല്യൂഷൻ. അതായത് ഈ ഒരു പേഷ്യൻറ്റിന്, നമുക്ക് കിട്ടിയിരിക്കുന്ന പേഷ്യൻറ്റിന് ചെറുപ്പത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേജിൽ അഡൽട്ട് ആകുന്നതിന് മുമ്പുള്ള ഏതെങ്കിലും സ്റ്റേജിൽ പ്രോബ്ലം ഉണ്ടായിരുന്നു. പേഷ്യൻ്റ് അത് ഐഡൻറ്റിഫൈ ചെയ്തു, സോൾവ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ പേഷ്യൻ്റ് കഴിഞ്ഞില്ല. അതാണ് ഫെയിലിയറിൽ പോയി. പേഷ്യൻ്റ് തന്നെ ശ്രമിച്ചിട്ട് കഴിഞ്ഞില്ലെങ്കിൽ, അങ്ങനെ വരുമ്പോൾ പേഷ്യൻ്റ് ആശുപത്രിയിൽ വരുമ്പോൾ ഡോക്ടറെ കാണുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് ടീം മെമ്പേഴ്സും ഒക്കെ ആയിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ അയാൾക്ക് വേറെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. എന്തിനു വേണ്ടി? ഓപ്പർച്യൂണിറ്റി ടു റീവർക്ക് ഇൻ കേസ് ഓഫ് ഫോൾട്ടി റെസൊല്യൂഷൻ. നേരത്തെ ചെയ്ത ഫോൾട്ടി റെസൊല്യൂഷൻ ഒന്നുകൂടെ കൺസിഡർ ചെയ്ത് റീവർക്ക് ചെയ്ത് ടീം മെമ്പേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടി ഒരു പക്ഷേ ഈ കുറേ കൂടെ പ്രായമാകുമ്പോൾ അത് സോൾവ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. അതിനായിരിക്കുമല്ലോ പേഷ്യൻ്റ് തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ വരുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്കും നമ്മുടേതായ റോളുണ്ട്, നേഴ്സസിനും അവിടെ ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. അതാണ് പറയുന്നത് നേഴ്സിംഗ് ഇംപ്ലിക്കേഷൻ വെൻ വി ആർ അപ്ലൈയിങ് ദിസ് തിയറി ടു നേഴ്സിംഗ് കെയർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് നേഴ്സിംഗ് ഇംപ്ലിക്കേഷനും പഠിച്ചു. അപ്പോൾ ഇതൊരു വളരെ ലോങ് ആയിരുന്നു, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തു. ഈവൻ ദോ യു നോ അബൌട്ട് ദിസ് ഇൻ ദ പീഡിയാട്രിക് പോയിന്റ് ഓഫ് വ്യൂ. പക്ഷേ എനിക്ക് പീഡിയാട്രിക് പോയിന്റ് ഓഫ് വ്യൂവിനെക്കാട്ടിലും കൂടുതൽ സൈക്കാട്രിക് പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ അറിയണമെന്നുള്ളത് കൊണ്ടാണ് ഇത് വീണ്ടും ഞാൻ എല്ലായിടത്തും എക്സ്പ്ലെയിൻ ചെയ്ത് ബ്രീഫാക്കി സ്ലൈഡ് ഉണ്ടാക്കി പഠിപ്പിക്കുന്നത്.
മനസ്സിലായല്ലോ? അപ്പോൾ പിന്നെ കുറേ ആൾ കഴിയുമ്പോൾ മാഡം ഞങ്ങൾക്ക് ഇത് അറിയത്തില്ല, കേട്ടിട്ടില്ല എന്നൊന്നും പറയരുത്. യു ഹാവ് ടു ഇംപ്ലിമെൻറ്റ് ദിസ് തിങ് വെൻ യു ഗോ ടു ദ ക്ലിനിക് ആൻഡ് വെൻ യു ഗിവ് കെയർ ഫോർ യുവർ പേഷ്യൻസ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ എറിക്സൻ്റെ സൈക്കോ സോഷ്യൽ തിയറിയാണ് നമ്മൾ ഡീൽ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്കിവിടെ വെച്ച് നിർത്താം. ഒരു നിയർലി 1 hour ഐ ഹാവ് ഡിസ്കസ് ദിസ് തിയറി വിത്ത് യു. ഓക്കെ.